കേൾക്കുന്നുണ്ട് പ്രഭു. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ട് പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ പറഞ്ഞു കൊണ്ടുവരും, നമ്മളൊരു കാര്യം ജീവിതത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനാ നമുക്ക് പ്രയാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു അവസാന നിമിഷത്തിൽ നമ്മൾ ഭഗവാനെ ഓർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തുടക്കം മുതലേ, വളരെ കുഞ്ഞുനാൾ മുതലേ നമ്മുടെ കുട്ടികളെയും പേരക്കുട്ടികളെയും ഒക്കെ തന്നെ എന്ത് ചെയ്യണം? ആ ഭക്തിയുടെ സേവനം നമ്മൾ പരിശീലിക്കുക, അല്ലെ? അപ്പൊ ജീവിതാവസാനം നമുക്ക് പോയിട്ട് ഭഗവാനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? ഇപ്പൊ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റില്ലേ? പറ്റും, അല്ലെ? അപ്പോ വയസ്സായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? മുട്ടുവേദനയും കാലുവേദനയും നടുവേദനയൊക്കെ ആകുമ്പോൾ ഒന്നിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ യാത്ര ചെയ്തിട്ട് 1000 രൂപ കൊടുത്ത് ദൈവത്തിന്റെ കുപ്പണമൊക്കെ മേടിച്ചിട്ട് കോവിലിന് മുമ്പ് ചെന്ന് കഴിഞ്ഞാൽ അതിനകത്തുള്ള സാമ്പ്രാണി തിരിയുടെ പുകയും എല്ലാം കൂടെ ഭഗവാനെ കാണാൻ പറ്റൂ? കാണാൻ പറ്റത്തില്ല. അപ്പൊ കണ്ണിന് കാഴ്ച ഉള്ളപ്പോഴും നമ്മളിത് കാണണം. കണ്ണിന് കാഴ്ച ഉള്ളപ്പോൾ നമ്മൾ ഭഗവാന്റെ കീർത്തനങ്ങൾ വായിക്കണം, പാടണം, അല്ലേ? അതുപോലെ തന്നെ ആരോഗ്യമുള്ള സമയത്തെ നമ്മളിത് പരിശീലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആ അന്ധകാലിച്ചമാമേവ, ആദ്യ നിമിഷത്തിൽ നമുക്ക് ഭഗവാനെ ഓർക്കാനായിട്ട്, സ്മരിക്കുവാനായിട്ട് സാധിക്കൂ എന്നാ പറയണം. അപ്പൊ ഇവിടെ മന്ധര വന്നിട്ട് എന്ത് ചെയ്തു? കൈകേയിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് കൈകേയി ചിന്തിക്കുക, ഇത് എന്താണ്? ശരിയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണ് എന്ന ഒരു തോന്നലുണ്ടായിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? കൈകേയിയുടെ മനസ്സിൽ ഒരു ചിന്ത വന്നു, പണ്ട് എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? രാജാവ് ഒരു വരം നൽകിയിട്ടുണ്ട്, അല്ലെ? ഒരു വരം തന്നിട്ടുണ്ട്. എന്നാ ആ വരം? ഇന്നലെ നമ്മൾ പറഞ്ഞു, പണ്ട് ഒരു മഹായുദ്ധം നടക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ദശരഥ മഹാരാജാവിന് ഭയങ്കരമായിട്ടൊരു ആപത്തുണ്ടായി, മുറിവുണ്ടായി. ആ മുറിവുണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്തു? കൈകേയി രഥമൊക്കെ കൊണ്ടുവന്ന് വളരെ ദൂരത്ത് കൊണ്ട് നിർത്തിയിട്ട് ദശരഥ മഹാരാജാവിനെ നന്നായിട്ട് ശുശ്രൂഷിച്ചു, അല്ലെ? അങ്ങനെ ശുശ്രൂഷിച്ചു കഴിഞ്ഞപ്പോ ദശരഥ മഹാരാജാവിന് കൈകേയിയോട് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നിയിട്ട് കൈകേയിമാരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നിനക്ക് ഇഷ്ടപ്പെട്ട 2 വരങ്ങൾ ചോദിച്ചോളാം, അല്ലെ? ഒരു വരമാണ് ചോദിച്ചേ, 2 വരം ചോദിച്ചു, അല്ലെ? അപ്പൊ 2 വരം ചോദിക്കാൻ പറഞ്ഞു. ഇത് ആരാ ചോദിപ്പിക്കുന്നത്? ശരിക്കും ഇതാരാ ചോദിപ്പിക്കുന്നത്? ഭഗവാനായിട്ട് ചോദിപ്പിക്കല്ലേ? നീ ഒരു വരം ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാമനെ വനവാസത്തിന് അയക്കാൻ പറ്റും, ഭരതനെ രാജാവാക്കാനേ പറ്റും, അല്ലേ? ഭരതനെ രാജാവാക്കണ്ട, വനവാസത്തിൽ മാത്രം വിട്ടു കഴിഞ്ഞാലോ അവിടെയും ഭരതന് ചാൻസ് ഇല്ല. അപ്പൊ ഇതൊക്കെ തന്നെ ഭഗവാന്റെ ഓരോ നിശ്ചയങ്ങളായി രാമായണത്തിലെ ഓരോ വാക്കുകളും എന്ന് പറയുന്നു. അപ്പൊ കൈകേയിയോട് പറഞ്ഞു, നീ 2 വരങ്ങൾ ചോദിച്ചു. അപ്പൊ ആ 2 വരങ്ങൾ ചോദിക്കാൻ പറയുന്ന സമയത്ത് കൈകേയി പറഞ്ഞു, ഇല്ല, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? എനിക്കിപ്പോ അങ്ങനെ വരവൊന്നും വേണ്ട എന്ന് പറയും. അപ്പോ ദശരഥ മഹാരാജാവ് പറയും, എന്നാ ഒരു കാര്യം ചെയ്യും, നിനക്ക് പിന്നീട് എപ്പോഴെങ്കിലും നീ 2 വരം ചോദിച്ചോളണം. അത് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് കൈകേയി നേരെ ദശരഥ രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്റെ കാര്യം? പണ്ട് അങ്ങ് പറഞ്ഞിട്ട് എനിക്ക് 2 വരം തരാമെന്ന് പറഞ്ഞിട്ട് ആ 2 വരങ്ങൾ എനിക്ക് ഇപ്പോ വേണം. ഇപ്പൊ ചോദിച്ചു, സന്തോഷം കൊണ്ടിരിക്കുക ദശരഥ മഹാരാജാവ്, അല്ലെ? ദശരഥ മഹാരാജാവ്, നമ്മൾ പറഞ്ഞു, ദശരഥന്റെ ജീവിതത്തിൽ നിന്ന് 2 കാര്യങ്ങളാ നമ്മൾ പഠിക്കേണ്ടത്. ഏതാണ്? സന്തോഷമുള്ള സമയത്ത് വാഗ്ദാനങ്ങൾ ചെയ്യാൻ പാടില്ല, മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. ഇവിടെ അന്ന് കൊടുത്ത വാക്കാണ്, ഞാൻ വരങ്ങൾ തരാമെന്നും. അന്ന് മനസ്സിന് സന്തോഷം ഉണ്ടായപ്പോൾ കൊടുത്ത വാഗ്ദാനം. ഇന്ന് ശ്രീരാമനെ പട്ടാഭിഷേകം ചെയ്യാൻ പോകുന്നു എന്ന് അപ്പ വാർത്ത കൊടുത്തു. ശ്രീരാമചന്ദ്രൻ ഭഗവാന് ഭയങ്കര സന്തോഷമായി. രാജ്യത്തുള്ള ജനങ്ങളെല്ലാം സന്തോഷവാന്മാരായിട്ടും സന്തോഷവതികളായിട്ടും ഇരിക്കുന്ന സമയത്ത് കൈകേയി ചെന്നിട്ട് ചോദിക്കുക, ദശരഥ മഹാരാജാവിന് സന്തോഷത്തിലല്ലേ, എനിക്ക് അങ്ങനെ തരാമെന്ന് പറഞ്ഞാൽ 2 വരങ്ങൾ തരാമോ എന്ന് ചോദിക്കും. വീണ്ടും ദശരഥ മഹാരാജാവിന് സന്തോഷം കൊണ്ട് പറയും, നീ ചോദിച്ചു എന്ന് പറയും, അല്ലെ? അപ്പോ ചോദിക്കുന്ന 2 വരങ്ങളാണ് ഏതൊക്കെ? 1, ഭരതനെ രാജാവാക്കണം. 2, ശ്രീരാമനെ വനവാസത്തിനയക്കണം. 14 വർഷം വനവാസത്തിനയക്കണം, അല്ലെ? പെട്ടു, അല്ലെ? അപ്പോ ദശരഥ മഹാരാജാവിനോട് ചോദിച്ചപ്പോ ദശരഥ മഹാരാജാവിന് പിൻവലിക്കാൻ പറ്റില്ല. കാരണം എന്താണ്?
കൊടുത്ത വാക്കാണ്, വരം നൽകാമെന്ന് പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് പിന്മാറാനായിട്ട് സാധിക്കത്തില്ല. ദശരഥ മഹാരാജാവിന് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി, ദേഷ്യമുണ്ടായി. പലതരത്തിലും കൈകേയിയെ സാന്ത്വനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് എന്ന് പറയുവാനായിട്ട് ശ്രമിച്ചു. ഒന്നും തന്നെ എന്ത് ചെയ്തില്ല, വിലപ്പോയില്ല. അല്ലെ, ഒരു കാര്യങ്ങളും നടന്നില്ല. അവസാനം ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇതൊക്കെ തന്നെ അറിയുകയാണ്. അല്ലെ, അപ്പോ കൗസല്യയുടെ അടുക്കൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ ചെന്നിട്ട് ഈ ഒരു വൃത്താന്തം ശ്രീരാമചന്ദ്ര ഭഗവാൻ തന്നെ പറയുകയാണ്. ആരോട്? കൗസല്യാദേവിയോട്. എന്താണ്? ഇങ്ങനെ കൈകേയി മാതാ ഇങ്ങനെ ഒരു 2 വരങ്ങൾ ചോദിച്ചു, ഭരതനെ രാജാവാക്കണം, ഞാൻ 14 വർഷം വനവാസത്തിൽ പോകണം എന്ന് പറയുന്ന ഒരു കാര്യം അപേക്ഷിച്ചു. അച്ഛൻ ആ ആവശ്യം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ശ്രീരാമചന്ദ്ര ഭഗവാനെ സംബന്ധിച്ചിട്ട് എന്താണ്? പിതൃവാക്യ പരിപാലനം. അല്ലെ, അച്ഛൻ പറഞ്ഞ അതേ വാക്കിനെ അതേപോലെ അനുസരിക്കുന്നത് ആര്? ശ്രീരാമചന്ദ്രൻ ഭഗവാൻ. അതുകൊണ്ട് തന്നെ ശ്രീരാമൻ എന്ത് തീരുമാനിച്ചു? എന്റെ അച്ഛന്റെ ആഗ്രഹം നടത്തുന്നതിന് വേണ്ടിയിട്ട്, അച്ഛന്റെ വാക്ക് പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ പറഞ്ഞ കാര്യം അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും എന്ന് പറയുന്ന തീരുമാനം അവിടെ എടുക്കുകയാണ്. അല്ലെ, അപ്പോ ഈ 71-ാമത്തതില് അത് ദശരഥന്റെ ദുഃഖം നമ്മൾ വായിക്കാനായിട്ട് പോവാം. ദശരഥന്റെ ദുഃഖം ഈ മന്ദര വന്നപ്പോൾ കൈകേയി വന്ന് ആവശ്യപ്പെടുമ്പോ ദശരഥ മഹാരാജാവിന്റെ ദുഃഖവും, അതിനുശേഷം എന്താണ് നമ്മുടെ ശ്രീരാമചന്ദ്ര ഭഗവാൻ കൗസല്യാദേവിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ കൗസല്യ വിലാപവും ഒക്കെയാണ് നമ്മൾ ഇനി വായിക്കാൻ. ദ്വാദശ സർഗ 12-ാമത്തെ സർഗം. തത്ര ശ്രുത്വാ മഹാരാജ കൈകേയ്യാ ദാരുണാം വചാം. ദശരഥ മഹാരാജാവിന്റെ ആ ദുഃഖത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അല്ലെ, ആദ്യം നമ്മളൊരു ദുഃഖം കേട്ടു. എന്തായിരുന്നു? മനോദുഃഖം. വയസ്സായി, അശുഭകരമായിട്ടുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നു, സ്വപ്നങ്ങളൊക്കെ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദുഃഖമായിരുന്നു ആദ്യം. ഇപ്പൊ കൈകേയി വന്നിട്ട് ആ 2 വരങ്ങൾ ചോദിച്ചപ്പോ ദശരഥ മഹാരാജാവിന് ഭയങ്കരമായിട്ടുള്ള ദുഃഖമായി. കൈകേയിയുടെ കർണകഠോരങ്ങളായിട്ടുള്ള വാക്കുകളാണെന്ന വാൽമീകി മഹർഷി വിശേഷിപ്പിക്കുന്നത്. അപ്പോ ഈ ഒരു കാര്യം കേട്ടപ്പോ തീവ്രമായിട്ടുള്ള ദുഃഖം കൊണ്ട് പീഡിതനായിട്ട് അദ്ദേഹത്തിന്റെ ബോധമണ്ഡലത്തിലൂടെ ഓരോരോ ചിന്തകൾ ഇങ്ങനെ കടന്നു പോകുക. ഞാനെന്താ ദിവാസ്വപ്നം കാണുകയാണോ എന്നൊക്കെ ചിന്തിച്ചു പോയി. അല്ലെ, ഇതെല്ലാം കണ്ടതിന് ശേഷം അല്പസമയത്തിന് ശേഷം ബോധം വീണ്ടും കിട്ടിയ ദശരഥ മഹാരാജാവ് ദുഃഖിതനായിട്ടും തികഞ്ഞ കോപത്തോട് കൂടിയിട്ട് കൈകേയിയെ ദഹിപ്പിക്കുവാനായിട്ടുള്ള ദേഷ്യത്തോട് കൂടിയിട്ട് കൈകേയിയോട് പറയുകയാണ്. എന്താണ്? രാക്ഷസി. അല്ലെ, രാക്ഷസി എന്നാ വിളിക്കുന്നത്. ചാരിത്രം ദുഷിപ്പിച്ചവളെ, രഘുകുലത്തിന്റെ നാശത്തിനായിട്ട് വന്നു ചേർന്നവളെ പാപിനി എന്നൊക്കെ വിളിച്ചുകൊണ്ട് കർണകഠോരമായ വാക്കുകളൊക്കെ തന്നെ ഇവിടെ ആര് പറയുകയാണ്? ദശരഥ മഹാരാജാവ് പറയുക. എന്നിട്ട് ചോദിക്കുക, അല്ലയോ പാപിനി, രാമനോ ഞാനോ നിനക്ക് ദോഷമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നുവരെ പറയുകയും പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അല്ലെ, ചോദിക്കുക. ദശരഥ മഹാരാജാവ് ചോദിക്കുക, സ്വന്തം മാതാവിന് തുല്യമായിട്ടല്ലേ ശ്രീരാമൻ എപ്പോഴും നിന്നെ കാണുകയും നിന്നെ പരിരക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്? അവൻ അനർത്ഥം വരുത്തി വെക്കുന്ന തരത്തിൽ ചിന്തിക്കുവാനായിട്ട് എന്ത് കാരണമാ നീ കാണുന്നത് എന്ന് ചോദിക്കുക. അല്ലെ, ഞാൻ നിന്റെ നാശത്തിനായിട്ട് ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. അല്ലെ, വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് ഇവിടെ എന്റെ നാശത്തിന് വേണ്ടിയിട്ടാണോ ഞാൻ നിന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദശരഥ മഹാരാജാവ് വളരെ കോപത്തോടു കൂടി ദുഃഖത്തോടു കൂടിയിട്ട് ആ കൈകേയിയോട് സംസാരിക്കുക. അല്ലെ, നീ തീഷ്ണമിഷ്ടമുള്ള സർപ്പിണിയാണോ എന്ന് വരെ ഇവിടെ ആര് ചോദിക്കുന്നുണ്ട്? ദശരഥ മഹാരാജാവ് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് ആ വരത്തിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്തു? ഇവിടെ ദശരഥ മഹാരാജാവ് ചെയ്തു. അല്ലെ, കൈകേയിയുടെ സംഹാര ശക്തി പ്രകടമാക്കുന്ന രീതിയിൽ ക്രോധം അവിടെ ആളിക്കത്തി എന്നാ പറഞ്ഞത്. ദശരഥ മഹാരാജാവ് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കരമായ കോപത്തോട് കൂടിയിട്ട് ആ കൈകേയി എന്ത് ചെയ്തത്? തിരിച്ച് ദശരഥ മഹാരാജാവിനോട് സംസാരിപ്പിച്ചത്. അപ്പോ ഭരതനെ അഭിഷേകം ചെയ്യിച്ചേ മതിയാകൂ. അല്ലെ, അത് മാത്രമല്ല 14 വർഷം ശ്രീരാമനെ എന്ത് ചെയ്യണം? വനവാസത്തിന് അയക്കണം എന്ന് പറയുന്ന
കർക്കശമായ ശാഠ്യത്തിൽ ഉറച്ചു നിന്നു ആര്? ഈ കൈകേയി അല്ലെ. ഇപ്പൊ ദശരഥ മഹാരാജാവിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാര്യം എന്താണ്? താൻ ഒരുപാട് സന്തോഷിച്ചിരുന്ന സമയത്ത് കൈകേയി വന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്ത വാക്കാണ് അല്ലെ. ആ വരത്തെ, ആ ഒരു വാഗ്ദാനത്തെ ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്രയും അധാർമികമായിട്ട് അല്ലെങ്കിൽ ഇത്രയും വിവേകശൂന്യമായിട്ടുള്ള വരങ്ങൾ ചോദിക്കാൻ പാടുണ്ടോ എന്ന് ആര് ചോദിക്കുക? ദശരഥ മഹാരാജാവ് ചോദിക്കുക. വരം ചോദിച്ചതിനല്ല കുറ്റം പറയുന്നത്, സ്വന്തം മാതാവിനെ പോലെ സ്വന്തം മകനായിട്ട് നിന്നുകൊണ്ട് വാത്സല്യം ചൊരിഞ്ഞ ശ്രീരാമനെ അല്ലെ, ഒരിക്കലും അവരുടെ കുടുംബത്തിനോ അവർക്കോ വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള അനർത്ഥങ്ങളും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ശ്രീരാമനെ എന്തിന് വനവാസത്തിന് അയക്കണം? ഇത്രയും കഠോരമായിട്ടുള്ള കർത്തവ്യം ചെയ്യുവാനായിട്ട് നീ പാപിനിയല്ലേ അല്ലെ, തീഷ്ണ വിഷമുള്ള സർപ്പമല്ലേ എന്നെല്ലാം ആരോട് ചോദിക്കുക? ഇവിടെ കൈകേയിയോട് ചോദിക്കുക. കൈകേയിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ? കൈകേയിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം അവർക്ക് വന്നത്? ഇന്നലെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മളോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം ശ്രീരാമചന്ദ്ര ഭഗവാൻ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തുണ്ടാവാൻ പാടില്ല? എന്തുണ്ടാവാൻ പാടില്ല? നമ്മളോടൊപ്പം ശ്രീരാമചന്ദ്ര ഭഗവാൻ ഉണ്ടാവണമെങ്കിൽ നമ്മളോടൊപ്പം ഒരാൾ ഉണ്ടാവാൻ പാടില്ല. ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ പാടില്ല, കാമം ഉണ്ടാവാൻ പാടില്ല. ഇവിടെ കൈകേയി മാതാവിനെ സംബന്ധിച്ചിട്ട് ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആദ്യം ഇല്ലായിരുന്നു അല്ലെ. പക്ഷെ ആ ആഗ്രഹം ജനിപ്പിച്ചതാരാ? മന്ധര അല്ലെ. ആ മന്ധര വന്ന് പറഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ കൈകേയിയെ സ്വാധീനിച്ചത് എന്താണ്? കൈകേയിയുടെ മനസ്സിലുണ്ടായ മാറ്റം അല്ലെ. ശ്രീരാമചന്ദ്ര ഭഗവാനെ ഇഷ്ടമായിരുന്നു. ശ്രീരാമചന്ദ്ര ഭഗവാനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന കൈകേയി മാതാവ് ഒരു നിമിഷം കൊണ്ട് ശ്രീരാമനെ ശത്രുവായിട്ട് കണ്ടു. സ്വന്തം മകനെ രാജാവായിട്ട് വാഴിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. എവിടെയാ ആഗ്രഹിച്ചത് കൈകേയി മാതാവ്? കൈകേയി മാതാവിന്റെ എവിടെയാ ആഗ്രഹം വന്നത്? എവിടെ ആഗ്രഹം വന്നത്? അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാ? നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഉറക്കപ്പുറ നമ്മള് തന്നെ ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നമ്മൾ ആരാണെന്ന് പറയാം. നമ്മുടെ മനസ്സ് അല്ലെ. നമ്മുടെ മനസ്സ് 30 പേര് ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മന്ധര വന്നിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും മന്ധര ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ കൈകേയിയുടെ മനസ്സിൽ ചെന്ന് ആഴത്തിൽ തറച്ചിട്ട് മുറിവേൽപ്പിക്കുക അല്ലെ. അതിനുശേഷം ആ മനസ്സിൽ ഒരു ചിന്ത വന്നു, എന്തുകൊണ്ട് മന്ധര പറയുന്നത് തെറ്റല്ല, ശരിയല്ലേ മന്ധര പറയുന്നത് അല്ലെ. ഞാൻ ഭരതൻ രാജാവായി കഴിഞ്ഞാല് എനിക്ക് രാജമാതാവാൻ പറ്റും. ശ്രീരാമൻ മന്ത്രിയായി കഴിഞ്ഞാൽ കൗസല്യ രാജമാതാവും ഞാൻ ദാസിയായിട്ട് മാറും. ഇത് ശരിയല്ലേ എന്ന് ചിന്തിച്ചു. ആ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ആ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുന്നതിന് കാരണം എന്താ? അതാണ് രാമായണം അല്ലേ. മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? അവിടെ ആരില്ലാത്തത് കൊണ്ട്? ഭഗവാൻ ഇല്ലാത്തതുകൊണ്ട്. ഭഗവാൻ ഇല്ലാത്തത് കൊണ്ട്, ശ്രീരാമൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ആശയാണ് എല്ലാ ദുഃഖത്തിനും കാരണം അല്ലെ. നമ്മളൊരു ആഗ്രഹം നമ്മൾ ആഗ്രഹിച്ചു പോയി, എനിക്കൊരു നല്ല വീട് വെക്കണം, സാമ്പത്തികമൊന്നുമില്ല, അവിടെ ഇവിടെ നിന്നെല്ലാം കടം പിടിച്ച് ബാങ്കിൽ നിന്ന് ലോണും ഒക്കെ എടുത്തിട്ട് നമ്മൾ വീടൊക്കെ വെക്കും അല്ലെ. നമ്മുടെ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ആ വീട് വെക്കുന്നത് അല്ലെ. ആ വീട് വെച്ചിട്ട് നമ്മൾ പോകുമ്പോ ആ വീട് കൊണ്ടുപോകുമോ? ഇല്ല അല്ലെ. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. കടം മേടിച്ച് ലോൺ എടുത്തിട്ട് നമ്മൾ വീട് വെച്ചു, വളരെ ഗംഭീരമായിട്ട് നാട്ടുകാരെല്ലാം വിളിച്ചു വരുത്തി ബിരിയാണി ഒക്കെ വെച്ച് കൊടുത്ത് നമ്മൾ വീട് പാലക്കാത്തിൽ ഹൗസ് വാമിംഗ് ഒക്കെ ചെയ്തു, എല്ലാം കഴിഞ്ഞു. 31-ാം തീയതി ആയപ്പോ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്ന് ലോൺ ഡ്യൂ ആയിട്ടുണ്ട്, 35,000 രൂപ നാളെ കൊണ്ടുവന്ന് അടയ്ക്കണമെന്ന് പറയും. എവിടെ നിന്ന് എടുത്തിട്ട് അടയ്ക്കും? അപ്പൊ നമ്മുടെ ആ ഒരു ആഗ്രഹം എന്ത് ചെയ്തു? നമ്മുടെ മനസ്സിലേക്ക് ഒരു ക്ലേശത്തെ തന്നു അല്ലെ. അപ്പൊ ആ 30,000 രൂപ ഇപ്പൊ നമുക്ക് അടക്കണമെങ്കിൽ വേറെ ആരുടെയെങ്കിലും കടം മേടിക്കേണ്ടി വരും. അതങ്ങനെ പൈസ വീണ്ടും മറിച്ചിട്ട് വീണ്ടും ലോൺ അടച്ചു. അങ്ങനെ
ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ കൂമ്പാരങ്ങളായിട്ട് ഇങ്ങനെ ബാധ്യതകൾ വന്നുകൊണ്ടേയിരിക്കും. ആ ബാധ്യതയുടെ കാരണം എന്താ? നമ്മുടെ മനസ്സിൽ തോന്നിയ ആഗ്രഹമാണ്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ തന്നെ നമ്മളെ ഒരിക്കലും എല്ലാ ദിവസവും കളിക്കണ്ട, ആഴ്ചയിൽ 2 ദിവസം എടുത്താൽ മതി കേട്ടോ. നൽകത്തില്ല. എന്തെങ്കിലും അഴുക്ക് കാണുമ്പോൾ അവിടെ ആ തുണി കിട്ടുന്നു എടുത്താൽ മതി കേട്ടോ. ഓക്കെ ടീച്ചർ എന്ത് വേണം? കേട്ടോ ഓരോരുത്തർക്കും വേണം. കേട്ടോ മോളെ. എന്നാലും മോളെ ഈ ആഗ്രഹങ്ങൾ അത്രയും സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അവിടെ ആരുണ്ടാവണം? ഭഗവാൻ ഒരു മോളെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പറയും, ഉണ്ടാവണം, കൃഷ്ണ ഭഗവാൻ ഉണ്ടാവണം, അല്ലെ? കൃഷ്ണ ഭഗവാനും ശ്രീരാമചന്ദ്ര ഭഗവാനും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ മനസ്സിൽ ഒന്നും എന്തുണ്ടാവില്ല? അഹങ്കാരം, ക്രോധം, കാമം ഇതൊന്നും തന്നെ ഉണ്ടാവത്തില്ല, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ പറയാറുണ്ട്, കൃഷ്ണ സൂര്യസമ മായാഹു അന്ധകാര എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാൻ സൂര്യന് തുല്യനാണ്, സൂര്യസമനാണ്. മായാഹു അന്ധകാര. മായ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ അറിവില്ലായ്മ, അല്ലെ? നമ്മുടെ അറിവില്ലായ്മ, നമ്മുടെ അജ്ഞാനമാണ് മായ എന്ന് പറയുന്നത്. അപ്പോ രാത്രി ആയിക്കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ഇരുട്ടാവും. കറുത്തവാകുന്ന ദിവസം ഒരു നക്ഷത്രങ്ങളും ഒന്നുമില്ല, ചന്ദ്രനും ഒന്നുമില്ല, ഭയങ്കരമായിട്ട് ഇരുട്ടുള്ള ഒരു സമയം. ഒന്നും കാണാൻ പറ്റത്തില്ല. പവർ കട്ട് കൂടെയാന്ന് വിചാരിച്ചു, ഒന്നും വെട്ടമില്ല. നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? പറ്റത്തില്ല. മൊത്തം ഇരുട്ടായിരിക്കും, കറുപ്പായിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മളിങ്ങനെ ഒരു മൈതാനത്തിൽ കിടന്നുറങ്ങാണെന്ന് വെച്ചു. എന്നിരുന്നാൽ ആ ഒരു തെങ്ങും കാണാൻ പറ്റുന്നില്ല. അവസാനം സൂര്യൻ ഇങ്ങനെ വന്നിട്ട് സൂര്യരശ്മികൾ വരുമ്പോ എന്ത് ചെയ്യും? പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകൾ എന്ന് പറയുന്നത്, പണ്ട് ഓലമേഞ്ഞ വീട്ടിൽ കഴിഞ്ഞിട്ടുള്ളവരുണ്ടോ ഇതിനകത്ത്? ഓലമേഞ്ഞ വീട്ടിലൊക്കെ, അല്ലെ? രാത്രിയാവുമ്പോ നല്ല കറണ്ട് ഒന്നുമില്ല, അല്ലെ? ഭയങ്കര ഇരുട്ടാ, റൂമിനകത്തൊന്നും വെട്ടം ഉണ്ടാവില്ല. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോ എന്ത് ചെയ്യും? ഈ ഓലയുടെ ഇടയിലുള്ള ചെറിയ സുഷിരത്തിലൂടെ ഈ വെട്ടം ഇങ്ങനെ വന്നിട്ട്, പണ്ടിലെ പിള്ളേർ ഇങ്ങനെ ലെൻസ് അടിച്ച് ഇങ്ങനെ വട്ടം കാണിക്കുന്ന പോലെ ഇങ്ങനെ തറയിൽ വന്നിരിക്കും, ഇല്ലേ? ശരിയല്ലേ? അപ്പോ ആ സൂര്യരശ്മി വരുമ്പോ എന്ത് ചെയ്യും? ആ ഇരുട്ട് മാറിയിട്ട് അവിടെ ഇങ്ങനെ പ്രകാശം വരും, ഇല്ലേ? ഇതുപോലെയാണ് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം തന്നെ, അല്ലെ? ഭഗവാൻ കൃഷ്ണ സൂര്യസമ മായാഹു അന്ധകാര. ഭഗവാൻ എന്ന് പറയുന്നത്, ഭഗവാന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഭഗവാൻ അതീന്ദ്രിയനാണ്, ഭഗവാൻ ആത്മീയനാണ്, ഭഗവാൻ പരമപുരുഷനാണ്, ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ്. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, പറ. സ്വയംഭൂവാണ്. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ്, അതീന്ദ്രിയനാണ്, ആത്മീയനാണ്. അതിലുപരി ഭഗവാൻ പരമമായിട്ടുള്ള പരമജ്ഞാനമാണ് ഭഗവാൻ എന്ന് പറയും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്, അല്ലെ? അപ്പൊ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? അറിവുണ്ട്, അല്ലെ? നമ്മളൊക്കെ തന്നെ ഇപ്പൊ നാമം ജപിക്കുന്നില്ലേ? ജപിക്കുന്നുണ്ട്. ഏകാദശി എടുക്കുന്നുണ്ടോ? എടുക്കുന്നുണ്ട്. സുപ്രിയാമ്മ ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിച്ചിട്ട് നിങ്ങളെല്ലാം വിളിച്ചിരുത്തി ഏകാദശിയൊക്കെ എടുത്ത് നാമം ജപിക്കാനൊക്കെ പറഞ്ഞു തരും. അപ്പോ ഈ നാമം ജപിക്കുന്നതിന് മുമ്പ് നമുക്കിപ്പോ ആരോടെങ്കിലും ദേഷ്യം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ, നീ അത് ചെയ്യരുത്, എന്റെ മുമ്പിൽ വരുന്നപ്പോ നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ ചെയ്യുമായിരുന്നോ? ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയും. വീട്ടിൽ അച്ഛൻ്റെ അടുക്കലാണെങ്കിലും അമ്മയുടെ അടുക്കലാണെങ്കിലും ഭർത്താവിന്റെ അടുക്കലാണെങ്കിലും മക്കളുടെ അടുക്കലൊക്കെ ആണെങ്കിലും നമ്മള് കുറച്ച് ദേഷ്യപ്പെടും. ഒരു തെറ്റ് ചെയ്യുന്നതിന് നമുക്ക് മടിയില്ലായിരുന്നു, അല്ലെ? ഒരു കള്ളം പറയുന്നതിന് നമുക്ക് മടിയില്ലായിരുന്നു, ശരിയല്ലേ? നാമം ജപിച്ചു കഴിഞ്ഞപ്പോഴോ ഇപ്പൊ ഒരാൾക്ക് ദേഷ്യം വരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരാൾക്ക് ദോഷം വരുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അല്ലെ? കാര്യം നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവന് ദോഷമാണ്, അത് ചെയ്തേക്കാം എന്ന് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് പുറകോട്ടൊരു വലി, അത് ചെയ്യണ്ട, അല്ലെ? അത് ചെയ്യാൻ പാടില്ല, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. ആരാ പറയുന്നത്? നമ്മുടെ മനസ്സിൽ തോന്നും. എന്തുകൊണ്ടാണ് അത് വരുന്നത്? നമ്മൾ നാമം ജപിച്ചു കഴിയുമ്പോ നമ്മൾ ശ്രീരാമ ഭഗവാനെ ആയാലും കൃഷ്ണ ഭഗവാനെ ആയാലും ഏത് ഈശ്വരനെ ആയാലും നമ്മൾ വിളിച്ചു കഴിയുമ്പോ നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാവും. ആ ഭക്തിയോടൊപ്പം രണ്ട് കാര്യങ്ങള് അറിയാണ്ട് നമ്മുടെ കൂടെ വരും. ആരൊക്കെയാണെന്ന് അറിയാമോ?
നമുക്ക് ഭക്തിയോട് കൂടിയിട്ട് നമ്മുടെ അമ്പലത്തിൽ വന്നിട്ട് തിരുമേനിയെ കാണുമ്പോഴത്തേക്ക് ബഹുമാനിക്കാതിരിക്കുവോ? ഇല്ല. എല്ലാരും പ്രായത്തിൽ ഏറ്റവും ചെറിയ ആളാണേലും അമ്പലത്തിലെ ശാന്തിക്കാരെയൊക്കെ നമ്മൾ ബഹുമാനിക്കും, ഇല്ലേ? ശരിയല്ലേ? വല്ല പ്രായമുള്ളവരാ, ഓ അവിടെ ഒരു കൊച്ചു പയ്യൻ അവിടുത്തെ പൊന്നി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്ന് ഇടാ പോടാന്നൊക്കെ വിളിക്കില്ല, നമ്മൾ തിരുമേനിന്ന് വിളിക്കും, അല്ലെ? നമുക്ക് ആ ഒരു ബഹുമാനം കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ കുളിക്കാതെയും ശുദ്ധിയില്ലാതെയും മത്സ്യമാംസാദികൾ കഴിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ വരുമോ? വരുമോ? ഇല്ല. എന്തുകൊണ്ടാ? നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് മനസ്സ് പറയും നീ ചെയ്യാൻ പാടില്ല. എന്താണ് അപ്പൊ ഭക്തിയുടെ കൂടെ വന്ന രണ്ട് കാര്യങ്ങള്? ഭയം, അല്ലെ? ബഹുമാനം. അപ്പൊ ഈ ഭക്തിയോടൊപ്പം നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്നത് ഏതൊക്കെയാണ്? ഭയ, ഭക്തി, ബഹുമാനം, അല്ലെ? അപ്പൊ ഈ ഭയഭക്തി ബഹുമാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഒരു തെറ്റുകളിലേക്ക് നമ്മൾ പോകത്തില്ല, അല്ലെ? ഒരു തെറ്റുകളിലേക്ക് നമ്മൾ പോകത്തില്ല. നമുക്ക് ആ ഒരു ഈശ്വര ചിന്തയോട് കൂടിയിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യൂ, നമുക്ക് നല്ലത് മാത്രമേ വന്നു ചേരത്തുള്ളൂ, അല്ലെ? അപ്പൊ ഇവിടെ രാമായണത്തിൽ പറയുന്നുണ്ട്, രാമൻ എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ ഉള്ളിടത്ത് ഉണ്ടാവത്തില്ല, ആഗ്രഹങ്ങൾ ഇല്ലാത്തിടത്ത് മാത്രമേ ശ്രീരാമചന്ദ്ര ഭഗവാൻ ഉണ്ടാവത്തുള്ളൂ, അല്ലെ? അപ്പം കൈകേയിയുടെ മനസ്സിൽ ആഗ്രഹങ്ങളല്ലേ ഉള്ളൂ, അവിടെ രാമനുണ്ടോ? ഇല്ല, അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? ആ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് കൈകേയി എന്ത് ചെയ്തു? ഭരതനെ രാജാവാക്കണം. അതിനേക്കാൾ കഠിനമായിട്ടുള്ള വാക്ക് പറഞ്ഞു. എന്താണ്? 14 വർഷം ശ്രീരാമനെ വനവാസത്തിന് അയക്കണം എന്ന് പറയുന്ന ആ ഒരു വർത്തമാനം കൂടി അവിടെ ആരോട് പറയാ? ദശരഥ മഹാരാജാവിനോട് പറയും. അപ്പൊ ദശരഥ മഹാരാജാവ് ഈ വിവരം ശ്രീരാമചന്ദ്ര ഭഗവാനെ അറിയിച്ചു, ഈ വനവാസത്തിന് പോകണം. ശ്രീരാമന് ബുദ്ധിമുട്ടുണ്ടാവും? ഇല്ല, അല്ലെ? കാരണം എന്താണ്? അച്ഛന്റെ വാക്കാണ്, അത് ഞാൻ പാലിക്കും എന്ന് വിചാരിച്ചിട്ട് അതിന് വാക്ക് കൊടുക്കുക, അല്ലെ? അപ്പൊ ആ വർത്തമാനം ഇതുവരെ വളരെ സന്തോഷത്തോട് കൂടി കിട്ടിയിരുന്ന കൗസല്യാദേവിയോട് ആര് തന്നെ ചെന്ന് പറയും? ശ്രീരാമചന്ദ്ര ഭഗവാൻ തന്നെ ചെന്ന് പറയും. അപ്പൊ കൗസല്യാദേവിക്ക് ഉണ്ടാകുന്ന വിഷമങ്ങള്, ആ കൗസല്യാദേവി ആ വാർത്തറിയുമ്പോൾ അവിടെ വരുന്ന ലക്ഷ്മണനുണ്ടാകുന്ന കോപം, അതോടൊപ്പം തന്നെ ഈ കോപങ്ങളെയൊക്കെ എങ്ങനെയാ നിയന്ത്രിക്കുന്നത്? ഭരതൻ ഇത് കേൾക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഇതൊക്കെയാണ് ഇനി വരുന്ന സർഗങ്ങളിൽ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. Krishna Govinda, Krishna Govinda, Krishna Govinda, Govinda Gopal, Girivaradhari Gopal, Krishna Govinda, Krishna Govinda, Krishna Govinda, Govinda Gopal, Girivaradhari Gopal, 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 Krishna Govinda, Krishna Govinda, Krishna
Ram 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 Jaya Ram 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 Jaya Ram 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 Jaya Ram 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 Dasharatha Nandana Ram 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 Dashamukhamardana Ram 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 Dasharatha Nandana Ram 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 Dashamukhamardana Ram 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 Pashupati Nandana Ram 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 Pashupati Ram 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 Pashupati Nandana Ram 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 Jaya Ram 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 Jaya Ram 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 Another
राम 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 अनाथ दर्शक राम 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 अपर पांडव राम 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 मैथिली वंदित राम 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 मैथिली वंदित राम 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 जय राम 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 जय राम 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 जय राम 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 കളി രണ്ടും പാട്ട് हरे हरे राम हरे राम हरे हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण 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 हरे हरे കഴുകി വന്ന് 2 വരകൾ ചോദിച്ചു. അതിനുശേഷം ദശരഥർക്ക് ഭയങ്കരമായിട്ടുള്ള മനോദുഃഖം ഉണ്ടായി. ദശരഥ് പരുഷമായിട്ടുള്ള വാക്കുകളൊക്കെ തന്നെ ദശരഥ മഹാരാജാവ് കൈകേയിയോട് പറഞ്ഞു. കൈകേയിയെ എങ്ങനെയെങ്കിലും സാന്ത്വനിപ്പിക്കാനായിട്ട് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ തന്നെ
ദശരഥ മഹാരാജാവ് ചെയ്തു. ഒന്നും വിലപ്പോയില്ല. അവസാനം എന്ത് ചെയ്തു? അതാണ് മന്ത്രയുടെ ശക്തി എന്ന് പറയുന്നത് അല്ലെ. മന്ത്രയുടെ ശക്തി ഈ ലോകത്തിൽ ഇത്രയും വലിയ അടി നടക്കുന്നതിന് വേറെ എന്തെങ്കിലും കാരണം വേണം അല്ലെ. അപ്പോ മന്ത്രര എന്ന് പറയുന്ന ആ ഒരു ശക്തി വിശേഷത്തിന് മുമ്പിൽ എന്ത് ചെയ്തു? കൈകേയി പെട്ടുപോയി അല്ലെ. അങ്ങനെ ദശരഥ മഹാരാജാവ് സുമന്ത്രനെ വിളിച്ചു അല്ലെ. മന്ത്രി പ്രമുഖനാണ്. വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. രാമനോട് ആ വൃത്താന്തമെല്ലാം പറയാനായിട്ട് പോകും. അങ്ങനെ രാമനോട് ആ വൃത്താന്തമെല്ലാം പറഞ്ഞപ്പോ രാമൻ ഒട്ടും അത്ഭുതമൊന്നും തോന്നില്ല അല്ലെ. രാമൻ അത്ഭുതമൊന്നും തോന്നില്ല. രാമൻ അച്ഛന്റെ വാക്കതാണെങ്കിൽ ഞാനത് അനുസരിക്കും എന്ന് പറയുന്ന ആ ഒരു തീരുമാനത്തിലേക്ക് ആരെത്തി? ശ്രീരാമ ഭഗവാൻ എത്തി. അതിനുശേഷം ആ ഒരു വാർത്തയെല്ലാം അറിഞ്ഞിട്ട് ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്ത് ചെയ്യാം? നേരെ ആരുടെ ചെന്നു? അമ്മയുടെ അടുക്കൽ ചെന്നു. കൗസല്യാദേവിയുടെ അടുക്കൽ ചെന്നിട്ട് കൗസല്യാദേവിയോട് പറഞ്ഞു അല്ലെ. അമ്മ ചെല്ലുന്ന സമയത്ത് കൗസല്യാദേവി ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്ത് ചെയ്യും? വിളിച്ച് വളരെയധികം ആശ്ലേഷിക്കും. വളരെ സന്തോഷത്തോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ പറയും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്ത് ചെയ്യുന്നത്? കൗസല്യാദേവിയോട് പറയും, അമ്മ ഇങ്ങനെ ഒരു സംഭവം നടന്നു അല്ലെ. അച്ഛൻ്റെ അടുക്കെ ചെന്നിട്ട് കൈകേയി മാതാ ഇങ്ങനെ 2 വരങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. ആ വരങ്ങൾ ഇപ്പൊ അമ്മ ചോദിച്ചു. അപ്പൊ ചോദിക്കും എന്ത് പറ്റി? അപ്പൊ പറഞ്ഞു എന്താണ്? ഭരതനെ രാജാവാക്കണം, ശ്രീരാമനെ എന്നെ എന്ത് ചെയ്യണം? ഈ 14 വർഷക്കാലം വനവാസത്തിന് അയക്കണം എന്ന് പറയുന്ന ഒരു കാര്യം ആവശ്യപ്പെട്ടു എന്ന് പറയും. അതിനുശേഷം അച്ഛൻ ദേഷ്യപ്പെട്ടതും സുമന്ത്രനെ വന്ന കാര്യങ്ങൾ പറഞ്ഞതും ഒക്കെ തന്നെ ശ്രീരാമൻ ആരോട്? രാമചന്ദ്രമൂർത്തി ആരോട് പറയാ? അമ്മയോട് പറയാ. അപ്പൊ ഈ ഒരു വർത്തമാനം കേട്ട മാത്രയിൽ കൗസല്യാദേവി എന്ത് ചെയ്തു? വെട്ടിവീഴ്ത്തപ്പെട്ട ഒരു മരക്കഷ്ണം പോലെ, ഒരു മരം പോലെ എന്ത് ചെയ്യാം? ഭൂമിയിലേക്ക് ബോധം കെട്ട് വീണു അല്ലെ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിച്ച ദേവതയെ പോലെ എന്ത് ചെയ്യാം? അവരുടെ ബോധരഹിതയായിട്ട് വീണു എന്നാ പറയുന്നത്. അങ്ങനെ ബോധം തിരിച്ചു കിട്ടിയ കൗസല്യദേവി രാമലക്ഷ്മണന്മാരെ കേൾക്കത്തക്ക രീതിയിൽ വളരെ ഉറക്കെ തന്റെ ഉള്ളിലുള്ള ആ കോപവും ആ ദുഃഖവും എല്ലാം തന്നെ എന്ത് ചെയ്യാം? തന്റെ വാക്കുകളിലൂടെ പ്രകടമാക്കും അല്ലെ കൗസല്യാദേവി. അപ്പോ ഇവിടെ കൗസല്യയിൽ നിന്നും നമുക്ക് പാഠങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ. മന്ധരയിൽ നിന്ന് മാത്രമല്ല, കൈകേയിയിൽ നിന്ന് മാത്രമല്ല, നമുക്കിവിടെ കൗസല്യയിൽ നിന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പാഠങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ബോധം തിരിച്ചു കിട്ടിയപ്പോ എന്ത് ചെയ്തു? രാമലക്ഷ്മണന്മാരെ കേൾക്കെ തന്റെ ഉള്ളിലുള്ള ആ ദേഷ്യവും ദുഃഖവും എല്ലാം പറയുക. അപ്പൊ പറയാൻ എന്താണ്? ഭർത്താവിന് പ്രിയപ്പെട്ടവൾ അല്ലാതായിട്ട് ഞാൻ മാറിയിരിക്കുകയാണ് അല്ലെ. ഭർത്താവിന് പ്രിയപ്പെട്ടവൾ അല്ലാതായിട്ട് ഞാൻ ഇവിടെ മാറി. ഞാൻ ഇവിടെ എന്താണ്? ഒരു അവഗണിക്കപ്പെട്ടവളായിട്ട് ഞാൻ ഈ കൊട്ടാരത്തിൽ കഴിയുകയാണ് അല്ലെ. അപ്പൊ എന്നില് നിത്യശത്രുത വച്ചു പുലർത്തുന്നവളും അതുപോലെ തന്നെ എന്നോട് പരുഷമായിട്ടുള്ള വാക്കുകൾ സംസാരിക്കുന്നവളുമായിട്ടുള്ള കൈകേയിയുടെ മുഖം കാണുന്നത് പോലെ എനിക്കിപ്പോൾ എന്താണ്? അറപ്പാണ്, വെറുപ്പാണ് എന്നൊക്കെ തന്നെ പറയാം. അതുകൊണ്ട് കൈകേയിയോടൊന്നും സംസാരിക്കുവാനോ അവളുടെ മുഖത്ത് നോക്കുവാനോ ആയിട്ടുള്ള ഒരു കഴിവെനിക്കില്ല. അത്രയും നിർദോഷിയാണ്, ഭാഗ്യദോഷിയായിട്ടുള്ള ഒരുവളാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് പറയാ 17 വർഷം കാത്തിരുന്നിട്ടാണ് എനിക്ക് നിന്നെ മകനായിട്ട് കിട്ടിയത് അല്ലെ. 17 വർഷം കാത്തിരുന്നിട്ടാ എനിക്ക് നിന്നെ മകനായിട്ട് കിട്ടിയത്. നീ എന്റെ ദുഃഖത്തിന് അറുതി വരുത്തുന്നത് കാണാനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അത് വർഷങ്ങളായിട്ട് ഞാൻ ആ ഒരു കാത്തിരിപ്പില്ല. പക്ഷെ ഒരിക്കലും അവസാനിക്കാത്ത ഈ ഒരു ദുഃഖം താങ്ങുവാനായിട്ട് എനിക്കിനി കെൽപ്പില്ല, എനിക്കതിനാവതില്ല എന്ന് പറയും അല്ലെ. അപ്പൊ നിന്റെ പൂർണ്ണചന്ദ്രന്റെ ശോഭയുള്ള നിന്റെ മുഖം കാണാതെ ഞാൻ എങ്ങനെയാ കഴിയുന്നത് അല്ലെ. ആ വീട്ടിലെ എല്ലാ തരത്തിലുള്ള അവഗണനയും കൊട്ടാരത്തിലുണ്ട് എങ്കിൽ പോലും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ മുഖം കാണുമ്പോൾ എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? നമുക്ക് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ട്, കഷ്ടതയും ദുരിതവും ഒക്കെ അനുഭവിച്ചിരിക്കുന്ന സമയത്ത് അമ്പലത്തിൽ പോകാൻ സ്വാഭാവികമായിട്ടും തോന്നൂല. തോന്നൂ? ഇല്ല. ദുഃഖവും ദുരിതവും വന്നിരിക്കാൻ പറയുമോ ഇത്രയും കാലം അവിടെ പോയി തൊഴുതിട്ട് ഒരു കാര്യമില്ല അല്ലെ എന്ന് പറയും. അപ്പോ പക്ഷേ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴാനായിട്ട് പോയി അമ്പലത്തിൽ വന്നിരുന്നിട്ട് ദീപാരാധനയൊക്കെ കണ്ട് തൊഴുത് അവിടെ ഇരുന്ന് ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ കേട്ട് കുറെ നേരം അതിനകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിൽ ശാന്തത ഉണ്ടാവുകയില്ലേ? ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഉണ്ടാകും സ്വാമി. എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളില്
ആത്മാവ് ഭഗവാന്റെ അംശമായിട്ട് അല്ലെ, സച്ചിദാനന്ദ സ്വരൂപനായിട്ട് നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട് അല്ലെ. അപ്പൊ ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എന്ത് ചെയ്യും? ഈ അമ്പലത്തിൽ വരുമ്പോ, ഈ ക്ഷേത്രത്തിൽ വരുമ്പോ ഇവിടെ ഇരിക്കുന്ന കൃഷ്ണസ്വാമിയുടെ അംശമാണ് ആ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതും അല്ലെ. അങ്ങനെ തങ്ങളിൽ കണ്ടിട്ട് അവരുടേതായിട്ടുള്ള കീർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്ത വീട്ടിലുള്ള ഒരാള് ആ മതിലിന്റെ അപ്പുറത്ത് ഇരുന്നിട്ട് നമ്മളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തെ മതിലിന്റെ ഇവിടെ ഇരിക്കുന്ന നമ്മൾ കേട്ടാൽ എന്ത് ചെയ്യും? ആ മതിലിൽ കൊണ്ടിച്ചത് പണ്ട് മതിൽ സിനിമയിൽ മമ്മൂട്ടി ചെവി വെച്ചത് നമുക്ക് ഇങ്ങനെ ഇരിക്കും. നമ്മളെ കുറിച്ചിട്ടാണ് അവൻ പറയുന്നത്, എന്തോ ദൂഷ്യം പറയുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കൂല്ലേ? ശ്രദ്ധിക്കോ? ആ എല്ലാം മന്ത്രന്മാരുണ്ട് ഇല്ലേ? ഇതാ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ശ്രദ്ധിക്കും, നമ്മളെ കുറിച്ചിട്ട് അവൻ പറയുന്നത് വിചാരിച്ച് നമ്മൾ ശ്രദ്ധിക്കും. ഇതുപോലെയാ അമ്പലത്തിൽ വന്നിട്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുമ്പോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ചിന്തിക്കും, ഇത് എന്നെ കുറിച്ചിട്ടല്ലേ പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കും അല്ലെ. അതുവരെ മായ മൂടിയിരിക്കുക നമ്മുടെ ഈ ആത്മാവിനെ, നമ്മുടെ ചിന്തകളും അവബോധങ്ങളും എല്ലാം മായ മൂടിയിരിക്കുക. അപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ അമ്പലത്തിൽ വന്നു കഴിയുമ്പോ അതിനുള്ള ഒരു സാഹചര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോ ആ ഉറങ്ങിക്കിടക്കുന്ന ആത്മാവ് ഇങ്ങനെ ഉണർന്നെണീച്ചിട്ട് എന്നെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത് എന്ന് പറയും. ഈ ശ്രീരാമചന്ദ്രമൂർത്തിയെ നോക്കിക്കേ, വിഷമിച്ചിട്ടാണോ ചിരിച്ചോണ്ടാണോ നിൽക്കുന്നത്? ചിരിച്ചോണ്ട് നിൽക്കും. ഇവിടെ കുന്നിൻകുളങ്ങര കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്ര വർഷമായിട്ട് നിങ്ങൾ വരുന്നു? ഇവിടെ ഇരിക്കുന്ന ഭഗവാൻ വിഷമിച്ചിരിക്കുന്ന ചാർട്ട് നിങ്ങൾ ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ. ഭഗവാന്റെ ഏതെങ്കിലും ഒരു ചിത്രത്തിൽ ഭഗവാൻ കരയുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാണ് സച്ചിദാനന്ദൻ എന്ന് പറയുന്നത്. എപ്പോഴും സച്ചിദാനന്ദ സ്വരൂപനായിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ട് നിൽക്കുന്ന ആളാ ഭഗവാൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഉണർന്നെണീക്കുമ്പോ ആ ഭഗവാന്റെ സച്ചിദാനന്ദം എന്ത് ചെയ്യും? നമുക്കും അനുഭവവേദ്യമാവുന്ന പറയുന്നത് അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത് അല്ലെ. ആ ഒരു സച്ചിദാനന്ദം നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോ പറയും, ആ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നല്ല ശക്തിയാണ് കേട്ടോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്റെ ദുഃഖങ്ങളെല്ലാം പോകും. സംഭവം ഇതാ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആൾ ചിരിച്ചാലേ നമുക്ക് സന്തോഷം വരുള്ളൂ അല്ലെ. അമ്പലത്തിൽ പോയി വീട്ടിൽ കയറിയപ്പോഴോ ഈ വീട്ടിൽ വന്ന് കയറി എന്റെ ഗുണം മാറി എന്ന് പറയും. ഇത് സംഭവം എന്താ? നമ്മൾ നന്നായാലേ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റും അല്ലെ. ഇവിടെ ദേവി എന്ത് പറഞ്ഞു? ശ്രീരാമചന്ദ്രൻ ഭഗവാന്റെ മുഖം ഇനി എനിക്ക് എപ്പോഴാ കാണാൻ പറ്റുക അല്ലെ, അത്രയ്ക്ക് ഞാൻ ഭാഗ്യമില്ലാത്തവളായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പരുഷമായിട്ടുള്ള വാക്കുകൾ ഇങ്ങനെ ഉപയോഗിക്കുക. നമ്മൾ ഓർക്കണം, നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തികളും നമ്മുടെ വാക്കുകളും എല്ലാം തന്നെ നമ്മൾ പറഞ്ഞു, മനസ്സാ വാച കർമ്മണ, നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മങ്ങളും എങ്ങനെയായിരിക്കണം? ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അല്ലെ. എല്ലാ കർമ്മങ്ങളും മനസ്സാ വാച കർമ്മണ, നമ്മൾ ചെയ്യുന്ന ഏതു പ്രവൃത്തികളാണെങ്കിലും അതെല്ലാം തന്നെ എങ്ങനെയായിരിക്കണം? ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ അതിനെല്ലാം ഓരോ കർമ്മഫലങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ, എങ്ങനെ? നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം അല്ലെ. ബുദ്ധി കൊണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കും അല്ലെ. അപ്പൊ നമുക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നിക്കഴിഞ്ഞാല് ആ ഒരു പൊട്ടിത്തെറിച്ചുകൊണ്ട് ക്രോധത്തോട് കൂടിയിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ വ്യക്തി കേട്ടോട് നിന്നിട്ട് കുഴപ്പമില്ല മോനെ, നീ ശാന്തനാവുമ്പോ എന്നിലേക്ക് വന്ന് സംസാരിക്കും എന്ന് പറയൂ. അവന് നമ്മളെ പോലെ ദേഷ്യമുള്ളവരുത്തനാണെങ്കിലോ രണ്ട് ക്രോധവും കൂടി ചേർന്നിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു യുദ്ധമായിട്ട് അവിടെ മാറും ഇല്ലേ. അങ്ങനെ ക്രോധം അല്ലെ, ആ ഒരു ക്രോധം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സർവനാശത്തിലേക്ക് കൊണ്ടുപോകുന്ന പറയും. അതുകൊണ്ട് ആർക്കെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യണം? ആ ദേഷ്യത്തെ നമ്മൾ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കണം അല്ലെ. ആ ദേഷ്യത്തെ നമ്മൾ നിയന്ത്രിക്കണമെന്നാ പറയണം. എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? ക്രോധത്തെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും? ക്രോധത്തിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും? ക്ഷമ ചോദിക്കാനുള്ള ഒരു മനസ്സ് നല്ലത്. നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, നമ്മൾ അംഗീകരിക്കണം. എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ആ തെറ്റിനെ നമ്മൾ വളരെ തുറന്ന് സമ്മതിക്കാനായിട്ടുള്ള മാനസികാവസ്ഥ നമുക്ക് വേണം. പിന്നെ രണ്ടാമതോ, ഇന്നലെ നമ്മൾ പറഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇരിക്കുന്നവർ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരൊക്കെ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വാരസ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ
എന്ത് ചെയ്യണം? ഭാര്യ അടിപിടിക്കുക എന്ന് കഴിഞ്ഞാൽ ഭർത്താവ് മിണ്ടാൻ പാടുണ്ടോ? മിണ്ടാനേ പാടില്ല. കാര്യം എന്താ? മിണ്ടാനേ പാടില്ല. നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. കുറെ കഴിയുമ്പോൾ അതിന് സമാധാനമായിരിക്കും. അതുപോലെ തന്നെ പറയും, സമപ്രായക്കാര് തങ്ങളില് ആശയക്കുഴപ്പം ഉണ്ടായി കഴിഞ്ഞാലോ ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ മിണ്ടാതിരിക്കണം. നമ്മൾ അതിന് പ്രതികരിക്കാൻ പോകരുത്. കുറെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പ്രതികരിക്കുക. പ്രായത്തിന് മൂത്തവരാണ് നമ്മളോട് ചണ്ട കൂടാൻ വരുന്നതെങ്കിലോ കുറെ ആലോചിച്ചതിന് ശേഷം, കുറെ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പ്രതികരിക്കാൻ പോകാവുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം ആ ക്രോധം എന്ന് പറയുന്നത് നൈമിഷികമായിട്ട് ഒരു നിമിഷം മാത്രം ഉണ്ടാകുന്നതാണ് ആ ക്രോധം എന്ന് പറയുന്നത്, അല്ലെ? ആ ഒരു നിമിഷം കടന്നു പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? പിന്നെ നമ്മൾ അതിനെ പ്രതികരിക്കത്തില്ല. അപ്പൊ ആരോടെങ്കിലും ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ഇന്ന് മുതല് ഈ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഒരാളെ കണ്ടു, അയാൾ നമ്മളോട് വളരെ മോശമായിട്ട് സംസാരിച്ചു, പ്രവർത്തിച്ചു, നമുക്ക് അവനോട് നല്ല 2 ചീത്ത കൊടുക്കാൻ തോന്നിയെന്ന് വിചാരിച്ചു. നമ്മളെപ്പോഴും പറയുന്നത്, നാളെ ഞാൻ നിന്നെ വിളിക്കത്തുള്ളൂ, നാളെ നിന്നെ ഞാൻ വിളിച്ച് ചീത്ത പറയുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയാൽ മതി. പറയാനും വേണം, മനസ്സ് വിചാരിക്കാം, നാളെ നിന്നോട് ഞാൻ സംസാരിക്കുക എന്ന് പറഞ്ഞു പോകും. നാളെ നമ്മൾ ഈ ഒരു വിഷയം സംസാരിക്കും, അല്ലെ? ഇങ്ങനെ നമ്മുടെ ദേശത്തെ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യണം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സാഹചര്യത്തെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും, അല്ലെ? മന്ധര വന്ന് കൈകേയിയോട് പറഞ്ഞപ്പോ കൈകേയി മാതാവിന് തോന്നിയ ആ ഒരു ദുഃഖം, ഇത് നമുക്ക് രാമായണത്തിലുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാൻ മാത്രമേ പറ്റൂ ഈ കാര്യങ്ങൾ. കാര്യം രാമായണത്തിൽ ഇത് സംഭവിച്ചേ പറ്റൂ. കാര്യം എന്തുകൊണ്ടാണ്? ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അവതാര ഉദ്ദേശ ലക്ഷ്യം അതായിരുന്നത് കൊണ്ട് അത് സംഭവിച്ചേ പറ്റൂ. പക്ഷേ കൈകേയി മാതാവിനുണ്ടായിരുന്ന ആ ക്രോധത്തെ നിയന്ത്രിക്കാമായിരുന്നു. മന്ധര വന്ന് പറഞ്ഞ വാക്കുകളെ അതേ വാക്യാർത്ഥത്തിൽ എടുക്കാതിരിക്കാമായിരുന്നു. ഇതൊക്കെ ആർക്ക് ചെയ്യായിരുന്നു? കൈകേയിക്ക് ചെയ്യായിരുന്നു, അല്ലെ? അപ്പൊ ഒരാൾ മറ്റൊരാളോട് വന്നിട്ട് മറ്റൊരാളുടെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചിന്തിക്കുക, നമ്മൾ നേരിട്ട് കേൾക്കാത്ത കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല, അല്ലെ? നേരിട്ട് കേൾക്കാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന കാര്യങ്ങളോ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ നമ്മള് എന്ന് മൂളിക്കേൾക്കാൻ പോലും പാടില്ല എന്ന് പറയും, അല്ലെ? അതും പാപമാണ്, അല്ലെ? അഹിംസ എന്ന് പറയുമ്പോ നമ്മൾ ഇച്ചിരി വിട്ടുപോകണം. അഹിംസ എന്ന് പറയുമ്പോൾ എത്ര തരത്തിലുള്ള അഹിംസയുണ്ട്? അഹിംസ എത്ര തരത്തിലുണ്ട്? ഒരാളെ കൊല്ലുന്നത് ഹിംസയാണ്. ജന്തുവർഗങ്ങളെ ഉപദ്രവിക്കുന്ന ഹിംസയാണ്. ജന്തുവർഗങ്ങളെ വേദനിപ്പിക്കുന്നത് ഹിംസയാണ്. ശരിയാണ്. കൊല്ലുന്നത് ഹിംസ. ഓക്കെ, നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ തന്നെ പറയാം, ഒന്നിനെ കൊല്ലുന്നത് ഹിംസയാണ്. എത്ര തരത്തിലുള്ള ഹിംസയുണ്ട്? വാള് കൊണ്ട് വെട്ടുന്നത്, കത്തി കൊണ്ട് കുത്തുന്നത്, വടിയെടുത്ത്, അങ്ങനെയാണ് പറയുന്നത്. മനസ്സ വാച കർമ്മണ, അല്ലെ? നമ്മൾ മനസ്സുകൊണ്ട് അവനുണ്ടല്ലോ, അവനാണ് ശരിയില്ല എന്ന് പറയുന്നത് മനസ്സ് വിചാരിച്ചാൽ മതി, അതും ഹിംസയാണ്, അല്ലെ? അതും പാപത്തിന് കാരണമാവും, അല്ലെ? ഇനി ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ മോശമായിട്ട് അവനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അതും ഹിംസയാണ്, അല്ലെ? ഇനി അവനോട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതും ഹിംസയാണ്, അല്ലെ? അങ്ങനെ മനസ്സാ വാച കർമ്മണ 3 തരത്തിലുള്ള ഹിംസകളുണ്ട്. ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല, അല്ലെ? അപ്പൊ ഈ കാണപ്പെടുന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ ഒഴിച്ചിട്ട് ബാക്കി ഏത് കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവരിൽ നിന്നൊക്കെ തന്നെ ഹിംസയുടേതായിട്ടുള്ള ചാഞ്ചല്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ കൗസല്യാദേവി എന്ത് ചെയ്തു? അതുവരെ നമ്മൾ കൗസല്യാദേവിയെ കുറിച്ച് പറയുന്നത് ഇത്രയും നല്ല ഒരമ്മ, അല്ലേ? പക്ഷെ ആ ദേഷ്യം വന്നപ്പോ അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വാക്കുകൾ പുറത്തേക്ക് വരും. അതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തില് ഉണ്ടാവാൻ പാടില്ല. ശ്രീരാമന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഈ ഞാൻ പറഞ്ഞാലും എന്ന് നമ്മൾ ചിന്തിക്കരുത്, അല്ലെ? അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടാ പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? കൗസല്യാദേവി പറഞ്ഞു, അല്ലെ, നിന്നെ കാണാതെ ഞാൻ എങ്ങനെയാ ജീവിക്കുക, അല്ലെ? അതുകൊണ്ട് നിന്നെ എനിക്ക് നഷ്ടപ്പെടുന്നുവല്ലോ, ഈ ദുഃഖത്തിനേക്കാൾ നല്ലത് മരണമാണ് എന്ന് വിചാരിച്ചിട്ട് പറയാ, ഞാനും നിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ വനവാസത്തിന് പോകുമ്പോ ഞാനും കൂടെ നിന്റെ കൂടെ വന്നാല് എപ്പോഴും നിന്നെ കാണാമല്ലോ എന്ന് പറയുന്ന ഒരു മാതൃ സ്നേഹത്തോട് കൂടിയിട്ട് ശ്രീരാമചന്ദ്ര ഭഗവാനെ ആലിംഗനം ചെയ്തിട്ട് ഇങ്ങനെ കൗസല്യാദേവി നിൽക്കുക, അല്ലെ? അപ്പോ ആ കൗസല്യാദേവിയോട് ശ്രീരാമചന്ദ്ര ഭഗവാൻ പറയും, അല്ലെ? അപ്പോ ഇതൊന്നും ഈ വരം കൊടുക്കുന്ന കഥയൊന്നും തന്നെ ആർക്കറിയത്തില്ല, കൗസല്യാദേവിക്ക് അറിയത്തില്ല. അങ്ങനെ കൗസല്യാദേവിയുടെ അടുക്കല് ശ്രീരാമചന്ദ്ര ഭഗവാൻ പറയും, കൈകേയി മാത ചെയ്തത് തെറ്റൊന്നുമല്ല, അല്ലെ? കാരണം കൈകേയി മാതയ്ക്ക് ഇത് ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു, അത് ചോദിച്ചു.
അത് ഒരാളുടെ ഹിതത്തിനായിട്ട് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് എന്തായിരിക്കില്ല, ഹിതമാവണമെന്നില്ല. നമ്മളൊരു കാര്യം ചെയ്യും അല്ലെ, നമ്മളിപ്പോ നമ്മൾ പറയാറുണ്ട്, ഒരു മനുഷ്യനായിട്ട് ഒരു വ്യക്തി പിറന്നു കഴിഞ്ഞാല് ഒരുപാട് പേരോട് നമ്മൾ കടങ്ങൾ വീട്ടാനായിട്ടുണ്ടാവും അല്ലെ. മനുഷ്യരോടുള്ള കടം, പിതൃക്കളോടുള്ള കടം, ദേവന്മാരോടുള്ള കടം, ജന്തുജീവജാലങ്ങളോടുള്ള കടം, ഇങ്ങനെ ഒരുപാട് കടബാധ്യതകൾ നമുക്കുണ്ട് അല്ലെ, ഋണങ്ങൾ നമുക്കുണ്ടെന്ന് പറയും. എങ്ങനെയാ നമ്മൾ വിചാരിക്കും നമ്മൾ ഒരു പാപം ചെയ്തിട്ടില്ല. ഇന്നത്തെ ദിവസം പാപം ചെയ്യാത്ത എത്ര പേരുണ്ട് ഇതിനകത്ത്? ഇന്നത്തെ ദിവസം പാപം ചെയ്യാത്ത എത്ര പേരുണ്ട്? എന്തുകൊണ്ട്? അതാണ് അല്ലെ. എങ്ങനെ വരും? അടിച്ചു വാരുക അല്ലെ, അടിച്ചു വാരുക, ചൂലുകൊണ്ട് തൂത്തിറക്കുക, വെള്ളം കോരുക, നെല്ല് കുത്തുക, വിറക് കത്തിക്കുക, ഇങ്ങനെയുള്ള കുറെ കടമകൾ നമ്മൾ എന്നും ചെയ്യും അല്ലെ. കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന സമയത്ത് അതിനകത്ത് നിന്ന് എത്രയോ ജീവജാലങ്ങൾ ചത്തുപോകുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. വീട് അടിച്ചു വാരുന്ന സമയത്ത് എത്രയോ ഉറുമ്പുകൾ അവിടെ ചത്തുപോകുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. വിറക് കത്തിക്കുന്ന സമയത്ത് അതിനകത്ത് എത്രയോ ജീവികളുണ്ട്, അതെല്ലാം ചത്തുപോകുന്നത് നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. അങ്ങനെ നെല്ല് കുത്തുന്ന സമയത്ത് എത്രയോ ജീവികൾ ചത്തുപോകുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഈ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ അറിയാതെ നമ്മളിലേക്ക് വരുന്ന ഈ പാപങ്ങളുണ്ട്. ആ പാപങ്ങളെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ടാ, ഈ പ്രജകളുടെ എല്ലാ പാപങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആ രാജാക്കന്മാർ അന്ന് യജ്ഞങ്ങൾ ചെയ്തിരുന്നത് അല്ലെ. ഇന്ന് അങ്ങനെ യജ്ഞം ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ കലിയുഗത്തില് ഇങ്ങനെയുള്ള യജ്ഞാതി കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാ കലിയുഗത്തില് ഒരേ ഒരു യജ്ഞം മാത്രം പറഞ്ഞിരിക്കുന്നത്. അതേതാണ്? ഏതാ കലിയുഗത്തിൽ പറഞ്ഞിരിക്കുന്ന യജ്ഞം? നാമജപം അല്ലെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇപ്പോ കലിസന്ധാനോപനിഷത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഹരേ നാമ ഹരേ നാമ ഇവ കേവല കലോ നാസ്തൈവ ഗതിരന്യത. കലിയുഗത്തില് ഭഗവാന്റെ തിരുനാമ ജപം അല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ പറയുന്നുണ്ട്, കലൗ ദോഷനിധേരാജൻ അസ്തിഹേയോ മഹാൻ ഗുണ കീർത്തനായ കൃഷ്ണസ്യ മുക്ത സംഗപരം വചേ. കലിയുഗത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മളെല്ലാ പേരും പുണ്യാത്മാക്കളാണ്, ഭാഗ്യം ചെയ്തവരാണെന്നാ പറയുന്നത്. കാര്യം എന്താ? കലൗ ദോഷനിധേരാജൻ, ഈ കലികാലത്തിൽ ഒരുപാട് ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും അസ്തിഹേയോ മഹാൻ ഗുണ, ഒരു മഹത്തായിട്ടുള്ള ഗുണം കലികാലത്തിലുണ്ട്. അതെന്താ? കീർത്തനായ കൃഷ്ണസ്യ, ഭഗവാൻ കൃഷ്ണന്റെ കീർത്തനങ്ങൾ കേൾക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? മുക്തസംഗപരം വ്രജൻ, മുക്തി നേടി പോകാനായിട്ട് പറ്റുന്ന പറയുന്നത് അല്ലെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് ഷോഡശകം നാം കലികൽമഷനാശനം നദോപായ സർവവേദേഷു ദൃശ്യതേ അല്ലെ. അപ്പോ കലികാലത്ത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുക്തി നേടി പോകാൻ പറ്റുമെന്ന് നമ്മുടെ പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും എല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കൗസല്യാദേവി ശ്രീരാമചന്ദ്ര ഭഗവാനെ ചേർത്ത് നിർത്തി കൗസല്യാദേവിയുടെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുക അല്ലെ. അപ്പൊ ആ സമയത്ത് ശ്രീരാമചന്ദ്ര ഭഗവാൻ കൗസല്യാമ്മയോട് പറയും, അമ്മ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല അല്ലെ. കാരണം അമ്മയെ സംബന്ധിച്ചിട്ട് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാരായിരിക്കും? ഭർത്താവായിരിക്കും അല്ലെ. അമ്മയ്ക്ക് ഭർത്താവായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എല്ലാവർക്കും അങ്ങനെയാണോ? ആണോ അല്ലേ? അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ കിട്ടും. അല്ലെന്ന് കണ്ടു നിന്ന് പറഞ്ഞ് കൈപൊക്കാൻ പറഞ്ഞത് പരസ്യമായിട്ട് പറയില്ല. അതാണ് പറഞ്ഞത്, പണ്ട് സിനിമയിൽ പറയില്ല, അടുക്കള ചട്ടങ്ങളൊക്കെ നമ്മൾ ഒളിച്ചിട്ടേ പറയുള്ളൂ, ഭർത്താവിന് പേടിയില്ല. അപ്പൊ ഇവിടെ പറയും അല്ലെ, ഇവിടെ കൗസല്യയോട് പറയാം, അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അച്ഛനാണ് അല്ലെ. കാരണം ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്നത് ലക്ഷ്മി നാരായണന്മാരാണെന്നാ പറയുന്നത്. ഭാര്യയും ഭർത്താവും, ഭാര്യ ലക്ഷ്മി ദേവിയും ഭർത്താവ് ആരാണ്? നാരായണനുമാണ്, ലക്ഷ്മി നാരായണനായിട്ട്. അതുകൊണ്ടാണ് ഈ വിവാഹ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് ലക്ഷ്മി നാരായണ വിഗ്രഹം വെച്ചിട്ടാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ലക്ഷ്മി നാരായണനിൽ ലക്ഷ്മി എന്ന് പറയുന്നത് ഭാര്യയും നാരായണൻ എന്ന് പറയുന്നത് ഭർത്താവുമാണ്. അപ്പോ നമ്മള് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന് പറയുന്ന
നവയുദ്ധ ഭക്തിയുദ്ധ സേവനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? സപ്താഹമൊക്കെ കേട്ടപ്പോ പ്രഹ്ലാദ് മഹാരാജാവ് പഠിപ്പിച്ച കാര്യം എന്നൊക്കെ ആചാര്യം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ അതിനകത്ത് പാദസേവനം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ലക്ഷ്മി ദേവി അല്ലെ? അപ്പൊ ലക്ഷ്മി ദേവിയുടെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് എന്താണ്? ഭർത്താവിന് പാദസേവനം ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? വന്നിട്ട് മുട്ട് വയ്യങ്ങിയ കുഴമ്പൊന്നിരുന്ന പോമനിഷ്യ എന്ന് പറയും, നിങ്ങളുടെ കടമയാണ് അല്ലെ? ഇങ്ങനെ ശരീരം എന്ത് ചെയ്യണം? ഇങ്ങനെ പാദസേവനം ചെയ്തു കൊടുക്കണം. അപ്പൊ ലക്ഷ്മിയുടെ കടമയാണ് ലക്ഷ്മി ദേവി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പാദസേവനം. അപ്പോ ലക്ഷ്മി ദേവിയെ സംബന്ധിച്ചിട്ട് സദാ ഭഗവാനെ മാത്രം ചിന്തിച്ചിരിക്കും. ഭഗവാൻ അല്ലാതെ വേറെ ഒരു ചിന്തയും ഇല്ല ആർക്ക്? ലക്ഷ്മി ദേവി അല്ലെ? ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാനെ ചിന്തിച്ച് ഭഗവാന് വേണ്ടിയിട്ട് സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാ ലക്ഷ്മി ദേവി. നാരായണനാണെങ്കിലോ എപ്പോഴും ലക്ഷ്മി ദേവിയെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലെ? എപ്പോഴും ലക്ഷ്മി ദേവിയെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാ നാരായണൻ. അപ്പോ നമ്മൾ ഓർത്തിരിക്കണം, നമ്മളൊക്കെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, വടക്കൻ കേരളത്തിലൊക്കെ ഉണ്ടാവും, എന്നാൽ ഉത്തരേന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ തമിഴ് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്താണ് നമ്മുടെ വെങ്കിട്ടരാമൻസിലും തിരുവനന്തപുരത്തൊക്കെ കടയില്ലേ, പോത്തീസിലൊക്കെ പോയപ്പോൾ അറിയാം, അവിടെ കൗണ്ടറിൽ ഇരിക്കുന്നതിന്റെ അവിടെ ഒരു ഗ്ലാസ്സിനകത്ത് ഒരു നാരങ്ങ ഇട്ട് വെച്ചേക്കും, അതിന്റെ അപ്പുറത്ത് ഒരു ലക്ഷ്മി ദേവിയുടെ പടം വെച്ച് കയ്യിൽ ഇങ്ങനെ സ്വർണ്ണമൊക്കെ വീണുകൊണ്ടിരിക്കുന്ന ഒരു പടമൊക്കെ ഉണ്ടാവും ഇല്ലേ? അപ്പോ അത് ലക്ഷ്മി ദേവിയാണ്. അതായത് സമ്പത്ത് വന്നു ചേരും എന്നാണ് അവർ പറയുന്നത്. സമ്പത്ത് വരുന്നുണ്ടാവും അല്ലെ? നമ്മളെ പോലെയുള്ള മണ്ടന്മാരൊക്കെ സാധനം മേടിക്കുന്നതായിട്ട് സമ്പത്ത് വരില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ലക്ഷ്മി ദേവിയെ മാത്രം വെച്ചിട്ട് സമ്പത്തിന് വേണ്ടിയിട്ട് മാത്രം പൂജ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമ്പത്ത് വരും, അത് നിലനിൽക്കോ? നിൽക്കത്തില്ല അല്ലെ? കാര്യം എന്താണെന്നറിയാമോ? ലക്ഷ്മി ദേവി എപ്പോഴും ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഭഗവാൻ ഇല്ലാതെ ഒരിടത്ത് ലക്ഷ്മി ദേവിയെ മാത്രം വെച്ച് കഴിഞ്ഞാല് ഒന്നുകിൽ ലക്ഷ്മി ദേവി അവിടെ നിന്ന് പോകും, ഇല്ലെങ്കിൽ ഭഗവാൻ വന്നിട്ട് ലക്ഷ്മി ദേവിയെ എടുത്തുകൊണ്ട് പോകും. ഒരു ഉദാഹരണം പറയാമോ? ഇന്നലെ പഠിച്ച ഉദാഹരണം. ഇന്നലെ ഒരു ഉദാഹരണം നമ്മൾ കേട്ടില്ലേ? രാവണൻ വന്നിട്ട് സീതാദേവിയെ കട്ടുകൊണ്ടുപോയി അല്ലെ? ത്രേതായുഗത്തിലെ ലക്ഷ്മി ദേവിയാ സീത അല്ലെ? സീതാദേവിയെ കട്ടുകൊണ്ടുപോയി ലങ്കയിൽ വെച്ച് സ്വർണ്ണലങ്ക കൊടുത്തു, എല്ലാം കൊടുത്തു. ശ്രീരാമനെ കൂടെ കൊണ്ടുപോയിരുന്നെങ്കിലോ അവരാരും വരത്തില്ലായിരുന്നു അല്ലേ? പക്ഷെ എന്ത് ചെയ്തു? സീതാദേവിയെ കൊണ്ട് അവിടെ വെച്ചു. എന്ത് ചെയ്തു? സീതാദേവി ആരെ മാത്രം ചിന്തിച്ചിരുന്നു? ഭഗവാനെ മാത്രം ചിന്തിച്ചിരുന്നു. അവസാനം ഭഗവാൻ വന്നിട്ട് ലക്ഷ്മി ദേവിയെ കൊണ്ടുപോവുകയും ചെയ്തു അല്ലെ? അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ പണപ്പെട്ടിയിൽ ലക്ഷ്മി ദേവിയുടെ പടം വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു കൃഷ്ണനെ കൂടെ വെച്ചിരിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പൈസ പോകും ഇല്ലേ? അപ്പൊ ലക്ഷ്മി നാരായണന്മാരായിട്ട് നമ്മൾ കഴിയുന്നപ്പോ കൗസല്യ ദേവിയോട് ശ്രീരാമ ഭഗവാൻ പറഞ്ഞു, അമ്മയെ സംബന്ധിച്ചിട്ട് ഏറ്റവും നമ്മൾ ബഹുമാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ആളാരാ? നമ്മുടെ അച്ഛനാണ്, പിതാവാണ് അല്ലെ? അപ്പൊ ആ അച്ഛൻ കൊടുത്ത ഒരു വാക്ക് നമ്മൾ പാലിച്ചില്ല എങ്കിൽ എന്താ? അത് അച്ഛൻ അപമാനമാണ് അല്ലെ? അതുകൊണ്ട് പിതാവിന്റെ വാക്കിനെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വനവാസത്തിന് പോകാൻ തയ്യാറാണ്. അതുകൊണ്ട് അമ്മ ഒരിക്കലും എന്നെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല അല്ലെ? ഇവിടെ ഈ സ്നേഹം എന്ന് പറയുന്നത് അടുത്തിരിക്കുമ്പോഴാണോ വേണ്ടത്? അടുത്തിരിക്കുമ്പോഴാണോ വേണ്ടത്? ചില അച്ഛന്മാരൊക്കെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നവരായിരിക്കും, പക്ഷെ മക്കളോട് ഭയങ്കര സ്നേഹമായിരിക്കും, കാണിക്കാൻ പറ്റില്ല എന്നാ പറയും. അവന് ഭയങ്കര സ്നേഹം, പക്ഷെ അവന് കാണിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്നേഹം എന്ന് പറയുന്ന ആ ഒരു വികാരം നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് അല്ലെ? അതുകൊണ്ട് തന്നെ ശ്രീരാമ ഭഗവാൻ പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും അമ്മയുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും അല്ലെ? ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളും ഭഗവാനും തങ്ങളിലുള്ള ദൂരമുണ്ടോ? ഇല്ല അല്ലെ? ഇവിടെ ഇരിക്കുന്ന ഭഗവാൻ നമ്മുടെ ഹൃദയത്തിനുള്ളിലുണ്ട് എന്നെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് നമ്മൾ ഭഗവാനിൽ വിട്ടു നിന്ന് അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് പിരിഞ്ഞ് നമുക്ക് ഒരു നിമിഷം പോലും ഇരിക്കേണ്ടി വരില്ല എന്നാ പറയും. അപ്പോ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ക്ഷേത്ര ദർശനം, ക്ഷേത്ര ആരാധന, വിഗ്രഹാരാധന എന്നൊക്കെ പറയുന്നത് നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലും ഒരു കൃഷ്ണ വിഗ്രഹം, കൃഷ്ണന്റെ പ്രതിമ വെച്ചിട്ട് അതിൽ പൂമാലയൊക്കെ ഇട്ട് വിളക്ക് കത്തിച്ച് ഭഗവാൻ ഉടയാടയൊക്കെ ചാർത്തി എല്ലാ ആരാധനാക്രമത്തിലും നമ്മൾ ഭഗവാനെ
ആരാധിക്കണം എന്ന് പറയും. ആ ഒരു ശ്രീകൃഷ്ണ രൂപം നിങ്ങളുടെ വീടുകളിൽ നിർബന്ധമായിട്ടും വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ജ്യോത്സ്യന്മാർ അവരെല്ലാം വന്നിട്ട് പറയും വീട്ടിൽ വിഗ്രഹം വെക്കാൻ പാടില്ല, ചൈതന്യം വന്നു പോവും, അവിടെ എന്താ പറയാ ചൈതന്യം കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ദോഷമാ, അതാ ഇതാ എന്നൊക്കെ പറയും. അല്ലെ, ഇതൊക്കെ ചുമ്മാതാ, ഇതൊക്കെ വെറുതെയാ. ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വിഗ്രഹാരാധന ചെയ്യണം. അല്ലെ, നിങ്ങൾ വിഗ്രഹാരാധന ചെയ്യണം. ഞങ്ങളുടെ സപ്താഹത്തിനായിട്ട് ഇവിടെ ഏതൊരു അമ്പലത്തിൽ പോയി പോകുന്നതിന്റെ ഒരാഴ്ച മുന്നേ ഞാൻ വിളിച്ചു പറഞ്ഞു നമുക്ക് യജ്ഞശാലയിൽ നിറയെ കൃഷ്ണ വിഗ്രഹങ്ങൾ വേണം, എല്ലാവരുടെ വീട്ടിലുമുള്ള കൃഷ്ണ വിഗ്രഹങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോ അവിടെ നിന്ന് ഇതിന്റെ സപ്താഹത്തിന്റെ കമ്മിറ്റിയിലുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞു, ആചാര്യ ഇവിടെ ഒരു വീട്ടിലും വിഗ്രഹമില്ല, ഇവിടെ എല്ലാരും എടുത്തോണ്ട് ചെന്ന് കടലിൽ ഒഴുക്കി കളഞ്ഞെന്ന് പറഞ്ഞു. എല്ലാരും കൂടി ചെന്ന് കടലിൽ ഒഴുക്കി എന്ന് പറഞ്ഞു. ഇത് നമ്മൾ ആരുടെ ഭാഗവതത്തിൽ പറയും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാ വിഗ്രഹാരാധന ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു നമുക്ക് കണ്ണും കാതും ചെവിയും ഒക്കെ കേൾക്കുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു സച്ചിദാനന്ദ സ്വരൂപം നമുക്ക് മനസ്സിലാക്കാനോ സാധിച്ചില്ല എങ്കിൽ മരണം എത്തി നിൽക്കുന്ന ആ ഒരു നിമിഷത്തിൽ നമുക്ക് ഭഗവാനെ ഓർക്കാൻ പറ്റൂ. ഭഗവാൻ ഏത് രൂപമാണ് എന്ന് നമുക്ക് ഓർക്കാൻ പറ്റില്ല, അല്ലേ? ശരിയല്ലേ? ഇന്ന് നിങ്ങളുടെയൊക്കെ കൊച്ചു കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കൊച്ചുകുട്ടി, നിങ്ങളുടെ മകനോ അല്ലെങ്കിൽ മകൾക്കോ 6 മാസം പ്രായമുണ്ടായിരുന്ന സമയത്തുള്ള അവരുടെ മുഖം എത്ര പേർക്ക് ഓർമ്മയുണ്ട്? അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? 6 മാസം പ്രായമായിരുന്നപ്പോ അവരുടെ മുഖം ഇങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഓർമ്മയുണ്ടോ കറക്റ്റ് ആയിട്ട്? ഇല്ല, അല്ലെ? നമുക്കത് ഓർത്തെടുക്കാൻ പറ്റില്ല. പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേഗമായിട്ട് അങ്ങനെ ഇരുന്നു എന്ന് നമുക്കറിയാം. വീട്ടിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ചിന്തിച്ചിട്ട് പറയാം അവൻ അങ്ങനെ ഇരുന്നേന്ന് പറയും, അല്ലേ? ശരിയല്ലേ? വീട്ടിലിരിക്കുന്ന ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോയുടെയോ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇപ്പൊ അത് പറയുന്നത്, അല്ലെ? അല്ലാതെ നമ്മുടെ മനസ്സിൽ എങ്ങനെ വേണം പറഞ്ഞിട്ടോ? അപ്പോ ഭാഗവതത്തിൽ പറയും വിഗ്രഹാരാധന നിങ്ങൾ ഏത് നിമിഷം വരെ ചെയ്യണമെന്ന് പറയും. അതായത് നമ്മൾ വീട്ടിൽ വെച്ചിരിക്കുന്ന കൃഷ്ണ വിഗ്രഹത്തിലുള്ള അതേ രൂപം നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാ ജീവിവർഗങ്ങളിലും എല്ലാ മനുഷ്യരിലും എപ്പോ നിനക്ക് കാണുവാൻ സാധിക്കുന്നുവോ അതുവരെ നീ വിഗ്രഹാരാധന ചെയ്യണമെന്നാണ് പറയുന്നത്, അല്ലെ? അതായത് എല്ലാവരുടെ ഉള്ളിലും കുടികൊള്ളുന്നത് ഭഗവാന്റെ അംശമാണ്, ഞാൻ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനാണ് എല്ലാ മനുഷ്യരിലും ജീവിവർഗങ്ങളിലും കുടികൊള്ളുന്നത് എന്ന ചിന്ത ഏത് നിമിഷം നിന്നിലേക്ക് ഉണ്ടാകുന്നുവോ അതുവരെ നീ ഈ വിഗ്രഹത്തെ വെച്ച് ആരാധിക്കണമെന്ന് പറയുന്നത്, അല്ലെ? അതാണ് വിഗ്രഹാരാധനയുടെ ലക്ഷ്യം തന്നെ എന്ന് പറയുന്നത്. എല്ലാവരിലും കുടികൊള്ളുന്ന ഭഗവാനെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. ഇവിടെ കൗസല്യാദേവിയോട് ശ്രീരാമചന്ദ്രൻ ഭഗവാൻ പറയുന്നുണ്ട്, അമ്മയുടെ മനസ്സിൽ എപ്പോഴും ഞാൻ ഉണ്ടാവും, എന്റെ മനസ്സിൽ എപ്പോഴും ആരുണ്ടാവും? അമ്മയുണ്ടാവും. അങ്ങനെയെങ്കിൽ നമ്മൾ തങ്ങളിലുള്ള അകലമുണ്ടോ? ഇല്ല, അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ തങ്ങളിലുള്ള അകലമില്ലാതാവും. അതാണ് ഈശോപനിഷത്തിൽ പറയും തദ്ദൂരേ തദന്തികേ. ഭഗവാൻ എവിടെയാണെന്ന് ചോദിക്കാൻ പറയും തദ്ദൂരേ തദന്തികേ. അങ്ങ് വിദൂരസ്ഥനാണെങ്കിലും അങ്ങ് സമീപസ്ഥനുമാണ് എന്ന് പറയും. ഭഗവാൻ എവിടെയായിരിക്കണേ? ഗോലോകത്തിൽ സ്വധാമത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്, അല്ലെ? പക്ഷെ അത്രയും ദൂരെയാണെങ്കിലും ആളെവിടെ ഉണ്ട്? തദന്തികെ, എന്റെ ഉള്ളിലുമുണ്ട്, അല്ലെ? അപ്പൊ വിദൂരസ്ഥനാണെങ്കിലും സമീപസ്ഥനുമാണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഭഗവാനെ നമ്മൾ തിരിച്ചറിയണം എന്നതാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഉപദേശത്തിലൂടെ ശ്രീരാമ ഭഗവാൻ കൗസല്യാദേവിക്ക് കൊടുക്കുന്ന സാന്ത്വന വാക്യത്തിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഓക്കെ, അപ്പൊ കൗസല്യ വിരാമം കഴിഞ്ഞു. അതിനുശേഷം കൗസല്യക്ക് ശ്രീരാമ ഭഗവാൻ കൊടുക്കുന്ന മറുപടിയാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. ഇനി വനവാസത്തിനായിട്ട് എന്ത് ചെയ്യാം? ഇവിടെ പോകാനായിട്ട് ഒരുങ്ങാം. ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അപ്പൊ നമ്മള് ഇത്രയും സമയം കേട്ടത് ശ്രീരാമചന്ദ്ര ഭഗവാൻ സീതയോടും ലക്ഷ്മണനോടും ഒപ്പം വനവാസത്തിന് പോകുന്നു എന്നറിഞ്ഞിട്ടുള്ള അമ്മയായ കൗസല്യാദേവിയുടെ ദുഃഖമാണ്, അല്ലെ? കൗസല്യ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കുട്ടികളെ കുറച്ച് ദൂരെ പഠിക്കാൻ പോകുന്നു എന്ന് വിചാരിക്കുക.
സ്കൂളിലെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ എഞ്ചിനീയറിംഗോ മെഡിസിനോ മറ്റു രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ആവട്ടെ, ഇന്ത്യക്കകത്ത് തന്നെ ആയാലും മറ്റെവിടെയെങ്കിലും പോയി ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുമെന്ന് പറയുന്ന സമയത്ത് തന്നെ അമ്മമാർക്ക് സഹിക്കാൻ പറ്റത്തില്ല അല്ലെ. കുറച്ച് ദിവസം നമുക്കത് ഭയങ്കര വിഷമമായിരിക്കും, നമ്മുടെ കുട്ടികളെ പിരിഞ്ഞിരിക്കുന്നതിന്റെ വിഷമമായിരിക്കും. അപ്പൊ ഇവിടെ 17 വർഷം കാത്തിരുന്നിട്ടാണ് ദശരഥ മഹാരാജാവിനും കൗസല്യ ദേവിക്കും രാമനെ പുത്രനായിട്ട് ലഭിച്ചത്. അപ്പൊ അങ്ങനെ വളർത്തിയ, അങ്ങനെ കൊണ്ടു നടന്ന ആ ഒരു പുത്രൻ ഇനി വരുന്ന 14 വർഷക്കാലം പൂർണ്ണമായിട്ടും അവരെ വിട്ട് വനവാസത്തിന് പോവുകയാണ് അല്ലെ. ആ 14 വർഷം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ശ്രീരാമചന്ദ്രൻ തിരിച്ച് അയോധ്യയിലേക്ക് വരികയുള്ളൂ. അപ്പൊ ഈ ഒരു സങ്കടം മാതാവിനെ താങ്ങാൻ പറ്റുന്നതല്ല. ആ മാതാവ് ആ സങ്കടങ്ങളൊക്കെ തന്നെ മകനോട് പറയുകയും ശ്രീരാമചന്ദ്ര ഭഗവാൻ തന്നെ അമ്മയെ ആശ്വസിപ്പിക്കുകയാണ് അല്ലെ. തന്റെ ആ പിതാവ് നൽകിയതാണ്, പിതാവ് കൈകേയിക്ക് നൽകിയ വാക്കാണ്. അപ്പൊ തന്നെ ആ പിതാവിന്റെ വാക്ക് അത് എന്ത് തന്നെ ആയാലും പുത്രൻ എന്ന നിലയിൽ അത് പരിപാലിക്കുക അല്ലെ. പിതൃവാക്യ പരിപാലനമാണ് ശ്രീരാമചന്ദ്രന്റെ ആ ഒരു ജന്മ ലക്ഷ്യം തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വാക്യം തനിക്ക് പരിപാലിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് മാതാവിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം ശ്രീരാമചന്ദ്ര ഭഗവാൻ വനവാസത്തിന് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പൊ ഇതേ സമയത്ത് തന്നെ കൗസല്യാദേവിയുടെ അതേ ദുഃഖം തന്നെയാണ് സുമിത്രാദേവി അനുഭവിക്കുന്നതും ലക്ഷ്മണനുള്ളതും ഒക്കെ അത് തന്നെയാണ്. ലക്ഷ്മണൻ നമുക്കറിയാം, ലക്ഷ്മണനെ കുറിച്ച് പറയുമ്പോൾ ക്ഷിപ്രകോപിയാണെന്ന് പറയും ലക്ഷ്മണൻ, പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ ലക്ഷ്മണനും ഇതേ അവസ്ഥയിൽ തന്നെയാണ്. ജ്യേഷ്ഠനെ പിരിയുന്നു, ജ്യേഷ്ഠൻ ഇങ്ങനെ വനവാസത്തിന് പോകുന്നു, ഇതിന് കാരണം കൗസല്യ മാതാവാണ് എന്നുള്ളത് ലക്ഷ്മണനും വളരെയേറെ പ്രയാസം ഉണ്ടാക്കിയിട്ട് ലക്ഷ്മണൻ ദേഷ്യപ്പെടുകയാണ്. ജ്യേഷ്ഠന്റെ അടുത്ത് ചെന്നിട്ട് കൈകേയി മാതാവ് ചെയ്തത് തെറ്റാണെന്നും അവർക്ക് വേണ്ട ശിക്ഷ നൽകണമെന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നു. അപ്പൊ ആ സമയത്ത് രാമൻ അനുജനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഒരിക്കലും മാതാവിനെ കുറ്റപ്പെടുത്തുവാൻ പാടില്ല, ഇതെല്ലാം തന്നെ വിധി വിഹിതങ്ങളാണ്, ഇതൊന്നും നമ്മൾ മനുഷ്യരാൽ കൽപ്പിതങ്ങളായ കാര്യമല്ല, ഇതെല്ലാം ഭഗവാന്റെ നിയോഗമാണ് അല്ലെ, ഭഗവത് നിയോഗമാണ്. നമ്മൾ പറയും ദൈവ നിശ്ചയമാണെന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ പറയും അതെന്റെ വിധിയാണെന്ന് പറയും അല്ലെ. അപ്പൊ ഇത് ശ്രീരാമചന്ദ്രൻ ഭഗവാൻ പറയുന്നത് എന്താണ്, ഇത് ദൈവ നിയോഗമാണ്, ഭഗവാന്റെ നിയോഗത്തെ എതിർക്കുവാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് എന്ത് തന്നെയാണെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് അനുസരിക്കുക തന്നെ വേണം അല്ലെ. ഒരിക്കലും കൈകേയി മാതാവിനെ കുറ്റപ്പെടുത്തുവാനായിട്ട് പാടില്ല. നമുക്കറിയാം കൈകേയി എന്ന് പറയുന്നത് കേകയ വംശത്തിലെ രാജകുമാരിയായിരുന്നു. ഇപ്പൊ ഒരു രാജകുലത്തിൽ ജനിച്ച കൈകേയി തന്റെ ഭർത്താവിനോട് ഒരിക്കലും ഇത്തരം കാര്യങ്ങളൊന്നും ആവശ്യപ്പെടില്ല അല്ലെ, കുലസ്ത്രീയാണ്, ഒരിക്കലും ആവശ്യപ്പെടില്ല. എന്നിട്ടും ഇങ്ങനെ ഒരു ആവശ്യം കൈകേയി മാതാവ് ചെയ്യണമെങ്കിൽ അത് ദൈവ നിയോഗമാണ്. അങ്ങനെ തന്നെ കാണുക ലക്ഷ്മണ, ഒരിക്കലും മാതാവിനെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന് എന്താ ചെയ്ത രാമൻ ആശ്വസിപ്പിക്കുകയാണ് ലക്ഷ്മണനെ. അതിനുശേഷം അപ്പൊ ലക്ഷ്മണൻ പറയുന്നുണ്ട്, അങ്ങനെ ജ്യേഷ്ഠൻ വനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാനും തീർച്ചയായിട്ടും അങ്ങയോടൊപ്പം വരും, അങ്ങയെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാനാവില്ല എന്ന് ലക്ഷ്മണൻ പറയുന്നുണ്ട്. അവിടെയും രാമൻ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുകയും അതിൽ നിന്നും പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തെങ്കിലും അതൊന്നും ലക്ഷ്മണൻ കേൾക്കുന്നില്ല. ലക്ഷ്മണൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ അങ്ങേക്കൊപ്പം വനത്തിലേക്ക് വരുമെന്ന് പറയുന്നു. അപ്പൊ ഇത് തന്നെയാണ് സീതാദേവിയും പറയുന്നത് അല്ലെ. സീതാദേവിയോട് വനവാസത്തിന് പോകുന്ന കാര്യം രാമൻ പറയുമ്പോൾ സീതാദേവി പറയും, അന്ന് അങ്ങനെ വനവാസത്തിന് പോവുകയാണെങ്കിൽ ഞാനും കൂടെ വരുമെന്ന് പറയുന്നു അല്ലെ. നമ്മളോട് ആരെങ്കിലും ആണ് ഇപ്പൊ ഭർത്താവ് ഞാൻ വനവാസത്തിന് പോകുന്നു കൂടെ വരാൻ പറഞ്ഞാൽ തയ്യാറാവില്ല അല്ലെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ കലിയുഗത്തില് അങ്ങനെ തയ്യാറാകുന്ന ഭാര്യമാരൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷെ സീതാദേവി ഇത് കേട്ട ഉടനെ ഒരു നിൽക്കുമില്ല, ആ മുഖത്ത് ഒരു കണ്ണുനീര് പോലും ഇല്ല. കാരണം ഞാൻ അങ്ങേക്കൊപ്പം, അങ്ങ് എവിടെയാണെങ്കിലും ഞാനും അവിടേക്കുണ്ട്, അങ്ങ് എവിടെ പോയാലും ഞാനും കൂടെ വരുന്നു എന്ന് പറഞ്ഞിട്ട് സീത ഒന്ന് മാറുന്നതേയില്ല. അപ്പൊ രാമൻ പറയുന്നുണ്ട്, സീത നീ വിചാരിക്കുന്നത് പോലെയല്ല, നമ്മൾ പോകുന്നത് വനത്തിലേക്കാണ് പോകുന്നത് അല്ലെ. വനം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ കാണുന്ന വെറും ഒരു കാട് മാത്രമല്ല, ഒരു വനത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അവിടെ പലതരം മൃഗങ്ങളുണ്ട്, ക്രൂര മൃഗങ്ങളുണ്ട്, കല്ലും മുള്ളും നദിയും ഒക്കെ ഉണ്ട്. ഇത് താണ്ടി ഒരു രാജകുമാരിയായി എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു പോകുന്ന നിനക്ക് ഒരിക്കലും ഇതൊന്നും സഹിക്കാൻ പറ്റില്ല അല്ലെ. എപ്പോഴും സ്വർണവും പട്ടുവസ്ത്രങ്ങളും ഒക്കെ അണിഞ്ഞ് സുന്ദരിയായി എല്ലാ സഹായത്തിനും പരിചാരികമാർ എപ്പോഴും കൂടെ കാണും, അമ്മമാരുണ്ട് കൂടെയുണ്ട്. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ഒരു വനത്തിലേക്ക് പോയി ജീവിക്കുക എന്നുള്ളത് പ്രയാസമാണ് സീത, അതുകൊണ്ട് നീ ഞങ്ങളോടൊപ്പം വരണ്ട എന്ന് രാമൻ പറയും. പക്ഷെ സീതാദേവി പറയുന്നത് എന്താണ്, അങ്ങ് എവിടെയുണ്ടോ അവിടെയാണ് എനിക്ക് സ്വർഗം. സിംഹമായാലും ആനയായാലും കാട്ടുപോത്തായാലും അങ്ങയെ കണ്ടു കഴിയുമ്പോൾ ഭീതി ആർക്കാണ് ഉണ്ടാവുക, ആ മൃഗങ്ങൾക്കാണ് ഉണ്ടാവുന്നത് അല്ലെ. എന്നെ ഉപദ്രവിക്കാൻ അവർക്ക് ആർക്കും കഴിയില്ല, അന്ന് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മറ്റൊന്നും തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് സീതാദേവി ശാഠ്യം പിടിക്കും. അപ്പോ ഇന്ന് രാമനൊന്നും പറയാൻ പറ്റില്ല, ഒടുവിൽ രാമന് സമ്മതിക്കേണ്ടി വന്നു അല്ലെ. അങ്ങനെ സീതാദേവിയും ലക്ഷ്മണന്മാരും വനവാസത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ശ്രീരാമചന്ദ്ര ഭഗവാൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട്,
നമ്മൾ വനവാസത്തിന് പോവുകയാണ്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ദാനകർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട് അല്ലെ? പോകുന്നതിന് മുമ്പ് അയോധ്യയിലുള്ള മുനിമാർക്കും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്കും മറ്റ് കർഷകർക്കും ഒക്കെ തന്നെ ദാനകർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെ രാമൻ ലക്ഷ്മണനെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രഹ്മർഷിയായ അഗസ്ത്യനെയും കൗശികനെയും ആനയിച്ചിട്ട് അവർക്ക് വേണ്ടുന്ന രത്നങ്ങളും മറ്റു ഉപഹാരങ്ങളും ഒക്കെ നൽകി അവരെ സന്തോഷിപ്പിക്കണമെന്ന് ലക്ഷ്മണകുമാരനോട് പറയുന്നു. അതുപോലെ തന്നെ പറയുന്നുണ്ട്, സ്വർണം, വെള്ളി, മുത്തുകൾ, രത്നങ്ങൾ തുടങ്ങിയവയെല്ലാം നൽകി കൗസല്യാദേവിയെ ആശീർവദിച്ചും ആശ്രയിച്ചും കഴിയുന്നവനും വേദവിത്തുമായ തൈത്തിരി ആചാര്യനെ തൃപ്തനാക്കുക. വിലപിടിപ്പുള്ള പട്ടുവസ്ത്രങ്ങളും അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളും ഒക്കെ ആചാര്യന് നൽകുവാൻ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എപ്പോഴും ശ്രീരാമനോടൊപ്പം കാണുന്ന ശ്രീരാമന്റെ തേരാളിയായിരുന്നു ആര്യചിത്രരഥൻ. അപ്പൊ ആര്യചിത്രരഥനെയും നീ സന്തോഷിപ്പിക്കുക, അദ്ദേഹത്തിന് വേണ്ടുന്ന സമ്മാനങ്ങളൊക്കെ നൽകി അദ്ദേഹത്തെ ആദരിക്കണം. അതുപോലെ തന്നെ അയോധ്യ നഗരിയിൽ കൃഷിക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർ കൃഷി ചെയ്ത് ജീവിക്കുന്നവര്, പശുവിനെ വളർത്തിയിട്ടായാലും അതിൽ നിന്ന് കിട്ടുന്ന പാല് കൊണ്ട് തൈരുണ്ടാക്കിയിട്ടായാലും കൃഷി ചെയ്തും ഒക്കെ ജീവിക്കുന്ന ഒത്തിരി കർഷകരുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം നേര് ചെയ്യുക, 1000 വീതം പശുക്കളെ നൽകി അവർക്ക് സമ്മാനമായി നൽകി അവരുടെ ജീവിതം സംരക്ഷിക്കണം. പോകുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്തു തീർക്കണം അല്ലെ? ആ രാജ്യത്തുള്ള പ്രജകളുടെ ക്ഷേമം പോലും അപ്പോഴും രാമന്റെ മനസ്സിലുണ്ട്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അയോധ്യ എന്ന് പറയുന്നത് വളരെ വലിയ രാജ്യമാണല്ലോ, ഒരുപാട് സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉള്ള രാജ്യമാണ്. അപ്പൊ അവിടെ കുന്നുകൂട്ടി ഉണ്ടായിരുന്ന സമ്പത്ത് എടുത്ത് ഈ ബ്രാഹ്മണർക്കും ഋഷിമാർക്കും കർഷകർക്കും ഒക്കെ കൊടുത്തിട്ട് തന്റെ പ്രജകളെയും രാമൻ അവിടെ സന്തുഷ്ടനാക്കുകയാണ്. അങ്ങനെ രാമൻ ലക്ഷ്മണനോടും സീതയോടും ഒപ്പം വനവാസത്തിനായിട്ട് പോകുന്ന സമയം, ഇതെല്ലാം സാധാരണ ഈ വനവാസത്തിൽ പോകുന്ന സമയത്ത് ഒരു സാധാരണ രാജകുമാരും ഒക്കെയാണല്ലേ, പട്ടുവസ്ത്രങ്ങളും വിലപിടിപ്പുള്ള ആഭരണങ്ങളും ഒക്കെ ധരിച്ച് കഴിയുന്നവരാണ്. പക്ഷെ വനവാസത്തിന് പോകുന്ന സമയത്ത് ഇത്തരം വസ്ത്രങ്ങളൊന്നും ധരിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ അതിനു മുമ്പ് തന്നെ കൈകേയി എന്ത് ചെയ്തു? വനവാസത്തിന് പോകുമ്പോൾ ഈ ഒരു സുഖ സൗകര്യങ്ങൾക്കും അവർക്ക് പാടില്ല എന്ന് വിചാരിച്ചിട്ട് കൈകേയി വൽക്കലമൊക്കെ കരുതി വെച്ചേക്കുവാണ്. ഇവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൽക്കലമെല്ലാം കൈകേയി കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രാമൻ രാജസന്നിധിയിലെത്തി രാജാവിനെയും മന്ത്രിയായ സുമന്ത്രരെയും മറ്റുള്ളവരെയും ഒക്കെ കണ്ടു. എല്ലാവരെയും പോയി കണ്ടിട്ട് സീതയോടും ലക്ഷ്മണനോടും ഒപ്പം തന്നെ വനവാസത്തിന് പോവുകയാണെന്നുള്ള വൃത്താന്തമൊക്കെ അറിയിച്ചു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര വിഷമമായി അല്ലെ? ദശരഥ രാജാവ് അല്ലെങ്കിൽ തന്നെ അതീവ ദുഃഖിതനാണ്. സുമന്ത്രരും മന്ത്രിമാരും അന്തപുരത്തിലെ സ്ത്രീകളൊക്കെ രാമനെ സ്വന്തം മകനെ പോലെ, സീതയെ സ്വന്തം മകളെ പോലെ കാണുന്നവരാണ്. അവരെല്ലാവരും തന്നെ ഈ വൃത്താന്തം അറിഞ്ഞിട്ട് പൊട്ടിക്കരയുകയാണല്ലേ. അപ്പൊ ആ സമയത്ത് അതിന്റെ വൽക്കലം ഒക്കെ ഇവർക്ക് കൊടുക്കാനായിട്ട് റെഡിയായിട്ട് ആര് വന്നു? കൈകേയി വന്നു. ആ സമയത്ത് ദശരഥ ചക്രവർത്തി പറഞ്ഞു, എന്തായാലും രാമലക്ഷ്മണന്മാരും സീതയും ഇങ്ങോട്ട് പോവാം, വനവാസത്തിന് പോകുന്നു. അപ്പൊ വനത്തിലാണെങ്കിൽ കൂടിയും എന്റെ മക്കൾ എങ്ങനെ ജീവിക്കണം? എല്ലാ സുഖവും വെച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണം. അതുകൊണ്ട് തന്നെ സുമന്ത്രരോട് പറഞ്ഞു, അങ്ങ് എന്ത് ചെയ്യണം? അവർക്ക് അവിടെ വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും, വനത്തിൽ വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കുക. നമ്മുടെ ഖജനാവ് നിറച്ച് സ്വർണവും ധാന്യങ്ങളും രത്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ആരുടെ കൂടെ പോകണം? ഇതെല്ലാം തന്നെ രാമനോടൊപ്പം പറഞ്ഞ് കൊടുത്തയക്കണം ഈ സാധനങ്ങളൊക്കെ. അതുപോലെ തന്നെ രാമനെയും സഹോദരനെയും ഭാര്യയെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സേനാ അംഗങ്ങളെയും എങ്ങോട്ട് അയക്കണം? വനത്തിലേക്ക് രാമനോടൊപ്പം അയക്കണം. അപ്പൊ ഇതെല്ലാം കേട്ട് നിൽക്കണം ഒരു ഭാഗത്ത് ആരാ? കൈകേയി അല്ലേ? അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ കൈകേയിക്ക് വല്ലാണ്ട് ദേഷ്യം വന്നു. അപ്പൊ ഈ സ്വത്തും സ്വർണവും സേനാംഗങ്ങളെയും എല്ലാം തന്നെ രാമന്റെ കൂടെ അയച്ചു കഴിഞ്ഞാല് പിന്നെ എന്താ രാജ്യത്തിന്റെ അവസ്ഥ? വെറും ചണ്ടിയായല്ലേ രാജ്യം. അപ്പൊ അങ്ങനെ വെറും ചണ്ടിയായി മാറിയ രാജ്യം ഭരതൻ എന്തിനാണെന്ന് ചോദിക്കുകയാണ്. അങ്ങനെയുള്ള രാജ്യം ഭരതന് വേണ്ട രാജ്യം എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ദശരഥ മഹാരാജാവ് കൂടുതൽ ദുഃഖിതനായി അല്ലെ? അപ്പൊ രാമൻ ആ രാജ്യത്തു നിന്നും പോകുന്നു എന്ന് അറിഞ്ഞിട്ട് കൂടി കൈകേയിയുടെ ഒരു ദേഷ്യം ഇപ്പോഴും മാറുന്നില്ല. അപ്പൊ രാമന്റെ കൂടെ ഒന്നും പറഞ്ഞയക്കാനും കൈകേയി ഒന്നും സാധനങ്ങൾ കൊടുത്തു വിടാനും കൈകേയിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ഒരു പൗരൻ, അദ്ദേഹത്തിന്റെ പേര് സിദ്ധാർത്ഥൻ എന്നാണ്, വൃദ്ധനായ മനുഷ്യനാണ്. അപ്പൊ ഈ സിദ്ധാർത്ഥൻ ഇത് കേട്ടിട്ട് കൈകേയിയോടായിട്ട് ചോദിച്ചു, രാജ്ഞി അവിടെ നിന്ന് എന്താണ് ഈ പറയുന്നത്? അങ്ങേക്ക് ഒരു കഥ അറിയുമോ എന്ന് ചോദിച്ചിട്ട് സഗര രാജാവിന്റെ കഥ പറഞ്ഞു. സഗര രാജാവിന് അസ്തമഞ്ജൻ എന്ന പേരൊരു പുത്രൻ ഉണ്ടായിരുന്നു. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു യുവാവാണ്. പക്ഷെ സ്വഭാവം എന്ന് പറയുന്നത് ഭയങ്കര ദുർമാർഗിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ അസ്തമഞ്ജൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാന വിനോദം എന്ന് പറയുന്നത് ഈ പോകുന്ന വഴിയിൽ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ഒന്നും അറിയാതെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികളെയൊക്കെ പൊക്കിയെടുക്കുമ്പോൾ ഈ കുട്ടികൾ ഭീതിയോടുകൂടി വിളിക്കും അല്ലെ? പരിചയമില്ലാത്ത ആരെങ്കിലും ഒക്കെ വന്ന് ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ കുട്ടികൾ വിളിക്കും. ഭീതിയോടുകൂടി വിളിക്കുന്ന സമയത്ത് ഒന്ന് പൊക്കി ഇങ്ങനെ കറക്കിയിട്ട് എന്ത് ചെയ്യും? സരയൂ നദിയിലേക്ക് ഈ കുട്ടികളെല്ലാം വലിച്ചെറിയും.
അപ്പൊ ഇതാണ് ഈ അസമഞ്ജന്റെ ക്രൂര പ്രവൃത്തിയാണ്, എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. അപ്പോ ഇതെല്ലാം ഈ കുട്ടികളുടെ അച്ഛനമ്മമാർക്കൊക്കെ ഇത് ഭയങ്കര വിഷമമായി, ഭീതിയായി, എപ്പോഴും അവർക്ക് പേടിയാണല്ലേ, എപ്പോഴാണ് അസമഞ്ജൻ വരിക, തങ്ങളുടെ കുട്ടികളെ ഉപദ്രവിക്കുക എന്നുള്ള പേടി വന്നിട്ട് അവരെന്ത് ചെയ്തെന്നു, രാജാവിനെ പോയി കണ്ടു. രാജാവിനെ പോയി കണ്ടിട്ട് രാജാവിനോട് പറയും, രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അങ്ങയോട് നമ്മൾ ഒരു ഓപ്ഷൻ വയ്ക്കുന്നു എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്നുകിൽ അങ്ങേക്ക് ഞങ്ങളെ എല്ലാവരെയും ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ അങ്ങ് എന്ത് ചെയ്യുക, അങ്ങയുടെ പുത്രനെ ഉപേക്ഷിക്കാം. രാജാവിനൊന്നും മനസ്സിലായില്ല. അപ്പൊ രാജാവ് ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, ഇതിൽ ഏതെങ്കിലും ഒന്ന് അങ്ങേക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്താ കാര്യം? അപ്പൊ പറഞ്ഞു, അങ്ങയുടെ പുത്രൻ എന്താ ചെയ്യുന്നത്, അങ്ങയുടെ പുത്രൻ എപ്പോഴും എന്താ ചെയ്യുന്നത്, ഞങ്ങളുടെ കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വന്നിട്ട് എന്ത് ചെയ്യും, കുട്ടികളെ എടുത്തിട്ട് സരയൂ നദിയിലേക്ക് എറിയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവനെ പേടിച്ചിട്ട് ഞങ്ങളുടെ കുട്ടികളെ എങ്ങും പുറത്തേക്ക് വിടാൻ ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കും കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ രാജാവ്, സകല രാജാവ് വളരെ നീതിമാനായ രാജാവായിരുന്നു. അദ്ദേഹം ചെയ്തു, അദ്ദേഹത്തിന് പിന്നെ അവിടെ ചിന്തിക്കാൻ വേറൊന്നുമില്ല. പുത്രന്റെ ഭാര്യയോടൊപ്പം തന്നെ രാജ്യത്തിന് പുറത്തേക്ക് കളഞ്ഞു. ഇനി ഒരിക്കലും ഈ രാജ്യത്തിനകത്തേക്ക് തിരിച്ചു വരരുത് എന്ന് നിഷ്കർഷിച്ചുകൊണ്ട് തന്നെ പുത്രനെ പുറത്താക്കി. പിന്നീട് ആ അസമഞ്ജൻ എന്ന് പറയുന്ന ആ ഒരു പുത്രൻ രാജ്യത്തിന് പുറത്ത് കടന്നിട്ട് ജീവിക്കാൻ മാർഗമൊന്നുമില്ല അല്ലെ. ഇത്രയും നാളും രാജാവ് ഉണ്ടാക്കി വെച്ചിരുന്ന സ്വത്തുക്കളും പണവും എല്ലാം ദൂർത്തടിച്ച് ജീവിച്ചു. ഇപ്പൊ ജീവിക്കാൻ മാർഗമൊന്നുമില്ല, ആഹാരത്തിന് പോലും വഴിയില്ലാതെ കഷ്ടപ്പെട്ടു. അപ്പൊ അസമഞ്ജനെ സകല രാജാവ് പുറത്താക്കിയത് അവൻ ചെയ്ത തെറ്റിന്റെ ഫലമായിട്ടാണ് അല്ലെ. ക്രൂരമായ തെറ്റ് ചെയ്തത് കൊണ്ടാണ് അവനെ രാജ്യത്ത് നിന്ന് പുറത്താക്കിയത്. എന്നിട്ട് ഈ വൃദ്ധൻ ചോദിക്കുവാണ് കൈകേയിയോട്, ഇവിടെ അങ്ങ് എന്താ ശ്രീരാമചന്ദ്രനെ പുറത്താക്കുകയാണ്, എന്താണ് രാമൻ ചെയ്ത തെറ്റ്? ഇതുപോലെ 14 വർഷം വനവാസത്തിന് അയക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവിടുന്ന് രാമനെ ഇങ്ങനെ അയക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇത് കൈകേയിക്ക് മറുപടി ഇല്ല അല്ലെ. രാമൻ എന്താ തെറ്റ് ചെയ്തത്? രാമൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ ദശരഥ മഹാരാജാവ് പറഞ്ഞു, ഇതൊന്നും നിങ്ങൾ ആരും ചോദിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല, ഇതുകൊണ്ടൊന്നും തന്നെ കൈകേയിയുടെ സ്വഭാവം ഒരിക്കലും മാറത്തില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, രാമന്റെ കൂടെ ഞാൻ ഒന്നും അയക്കുന്നില്ല, സൈന്യത്തെയും അയക്കുന്നില്ല, സ്വർണമോ രത്നമോ ഒന്നും ഞാൻ രാമന് കൊടുക്കുന്നില്ല, നിനക്ക് സന്തോഷമാവട്ടെ എന്ന് പറഞ്ഞു. കൈകേയി ഒന്നും പറഞ്ഞില്ല. ശരിക്കും ആർക്ക് സന്തോഷമായി? കൈകേയിക്ക് സന്തോഷമായി അല്ലേ. കൈകേയിക്ക് ആഗ്രഹിച്ചതും അത് തന്നെയാണ്. അപ്പൊ അതിനുശേഷം കൈകേയി പെട്ടെന്ന് തന്നെ മുമ്പോട്ട് വന്നിട്ട് കയ്യിലെ ജടാവൽക്കലങ്ങൾ, കാട്ടിലേക്ക് മരവൂരി വസ്ത്രം കൈകേയിയുടെ കയ്യിലുണ്ടോ, അതുമായിട്ടാണ് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ആ വനത്തിലേക്ക് പോകുമ്പോൾ ധരിക്കേണ്ടത് ഈ വസ്ത്രമാണ്, ആഭരണങ്ങളൊന്നും അണിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് രാമലക്ഷ്മണന്മാർക്ക് ആ വസ്ത്രം നൽകി. ഇതുകൂടി കണ്ടപ്പോ ദശരഥൻ ആകെ തകർന്നു പോയില്ലേ. അച്ഛനും സഹിക്കാൻ പറ്റുന്ന കാഴ്ചയല്ല. അദ്ദേഹം ഭയങ്കരമായിട്ട് സങ്കടമായി. അദ്ദേഹത്തിലെ സ്ത്രീകളൊക്കെ പൊട്ടിക്കരയുവാണ് ഇത് കണ്ടിട്ട്. അപ്പൊ രാമലക്ഷ്മണന്മാർ ഒന്നും മിണ്ടിയില്ല, ഒന്നും സംസാരിക്കാതെ തന്നെ അവര് കൈകേയിയിൽ നിന്നും ആ ജടാവൽക്കലങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവരത് ധരിച്ചു. അതിനുശേഷം കൈകേയി എന്ത് ചെയ്യുന്നറിയോ, അവിടെ ഇങ്ങനെ ഭയവിഹ്വലായി നിൽക്കുന്നുണ്ട് സീത. ഇതൊന്നും സീതയ്ക്ക് മനസ്സിലാകുന്നില്ല. സീതാദേവിക്കും ഈ വകുത് കൊണ്ട് കൊടുത്തിട്ട് സീതയോടും ഇത് ധരിക്കുവാൻ പറഞ്ഞു. അപ്പൊ സീത ഒന്നും കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. സീത പെട്ടെന്ന് ശ്രീരാമചന്ദ്ര ഭഗവാനെ നോക്കി. അപ്പൊ ശ്രീരാമചന്ദ്രനെ അറിയാമല്ലേ, ജനകപുത്രിയാണ് സീതാദേവി. ഇങ്ങനത്തെ വസ്ത്രങ്ങളൊന്നും ധരിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഭർത്താവ് ഇത് വസ്ത്രം ധരിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ സീതയും അത് വാങ്ങിയിട്ട് രാമനെ നോക്കി നിന്നു. രാമൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തെന്നറിയോ, ആ ജടാവൽക്കൽ ആ വസ്ത്രം വാങ്ങിച്ചിട്ട് സീത ഉടുത്തിരുന്ന പട്ട് വസ്ത്രത്തിന്റെ മുകളിലൂടെ അത് സീതയെ ഉടുപ്പിച്ചു കൊടുത്തു. അപ്പൊ കൈകേയി പറഞ്ഞു, കൈകേയിക്ക് സന്തോഷമായി, എന്തായാലും അത് ധരിച്ചല്ലോ. അപ്പൊ കൈകേയി പറഞ്ഞു, ഇനി ആഭരണങ്ങളൊന്നും അണിയാൻ പാടില്ല, ഒരു ആഭരണങ്ങളും അണിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സീതയുടെ എല്ലാ ആഭരണങ്ങളും സീത ഊരി മാറ്റിയിട്ട് തന്റെ ഭർത്താവ് എങ്ങനെയാണോ എന്ത് വേഷമാണോ ധരിച്ചിരിക്കുന്നത് അതേ വേഷം തന്നെ ആരും അണിഞ്ഞു, സീതയും ധരിച്ചുകൊണ്ട് വനയാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറായി. അപ്പൊ ഇത് സീത ഈ വസ്ത്രമൊക്കെ ധരിക്കുന്നത് കണ്ടപ്പോ ദശരഥ മഹാരാജാവിന് ഭയങ്കരമായിട്ട് സങ്കടമായി, ഭയങ്കര വിഷമമായി. അദ്ദേഹം ഇങ്ങനെ കൈകേയിയോട് പറഞ്ഞു, കൈകേയി നീ പറയുന്നതെല്ലാം ഞാൻ ചെയ്തു, എല്ലാം നിനക്ക് തന്നെ വരം തന്നു, നീ 2 വരം ചോദിച്ചു, ആ വരം ഞാൻ നടപ്പാക്കാൻ പറയുകയും ചെയ്തു. ഇനി എന്തിനാണ് നീ സീതയെ കൊണ്ട്, ജനകപുത്രിയാണ്, രാജകുമാരിയായിരുന്നു, സീതയെ കൊണ്ട് എന്തിനാണ് നീ ഈ വസ്ത്രം ധരിപ്പിക്കുന്നത്? ഞാൻ തന്ന വരത്തിൽ അതില്ലായിരുന്നല്ലോ, പിന്നെ നിനക്ക് എന്തിനാണ് ഇത്ര നിർബന്ധം എന്ന് ചോദിച്ചു. അപ്പോ രാമൻ പറഞ്ഞു, അത് കുഴപ്പമില്ല പിതാവേ, അവരത് അക്സെപ്റ്റ് ചെയ്തു, അവരത് സ്വീകരിച്ചു അല്ലെ. ഈ ജടാവൽക്കലങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ വനവാസത്തിന് തയ്യാറാണെന്ന് ആരാ പറഞ്ഞത്? അത് കേട്ടിട്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു. അങ്ങനെ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും കൂടി വനയാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് അന്തപുരത്തിലെ സ്ത്രീകളും കൗസല്യ മാതാവും ഒക്കെ ഭയങ്കര സങ്കടത്തിലാണ്. അവരെല്ലാം ഇത് കണ്ടിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ സുമന്ത്രരാണ് കൊണ്ടുപോകുന്നത്. തേരിൽ സുമന്ത്രരാണ്, മന്ത്രിയായിരുന്ന സുമന്ത്രരാണ് ഇവരെ കൊണ്ടുപോകുന്നത്. അപ്പൊ തേരിലേക്ക് കയറി യാത്ര തിരിക്കുന്ന സമയത്ത് സുമന്ത്രരോട് രാമൻ പറയും, ഇനി ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞ് അയോധ്യാപുരിവാസികളെല്ലാം അവിടെ ഉണ്ട്, എല്ലാവരും നോക്കി നിൽക്കാനാണ് പോകുന്നത്. അമ്മമാരും
മന്ത്രിമാരും മഹർഷിമാരും ഒക്കെയുണ്ട്, വസിഷ്ഠമുനിയൊക്കെ ഉണ്ട്. ഇവരെല്ലാം കൺമുന്നിലാണ് പോകുന്നത്. പിന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, തിരിഞ്ഞു നോക്കിയാൽ അവരുടെ ദുഃഖം കാണേണ്ടി വരും അല്ലെ. ആ ദുഃഖം തങ്ങൾക്ക് കാണേണ്ട, അതുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കാതെ തേര് തെളിക്കാനായിട്ട് സുമന്ത്രനോട് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇവര് ആ തേര് പോകുന്നതെല്ലാം നോക്കി നിൽക്കണം. എല്ലാവരും നോക്കി നിന്നിട്ട് ദൂരേക്ക് ആ തേര് മറഞ്ഞു പോകുന്ന സമയത്ത് ദശരഥ മഹാരാജാവും കൗസല്യാദേവിയൊക്കെ കുഴഞ്ഞു വീഴുവാണ് അല്ലെ. അവരുടെ ബോധം തന്നെ നശിച്ചു പോയി. അപ്പൊ രാമൻ ഉപേക്ഷിച്ച അയോധ്യ എന്ന് പറയുന്നത് ഒന്നും അവിടെ സാധാരണ എപ്പോഴും അയോധ്യ നഗരിയിൽ പാട്ടും നൃത്തവും കുട്ടികളുടെ കളിയും ചിരിയും ആനന്ദവും എപ്പോഴും ഇതെല്ലാം ഇങ്ങനെ അതിലെ മൃഗങ്ങളായാലും എല്ലാം എപ്പോഴും എല്ലാവരും സന്തോഷത്തിലായിരുന്നു. ആ അയോധ്യ നഗരി ഇപ്പൊ വല്ലാത്ത ഒരു സങ്കടത്തിലേക്ക്, ഒരു നിദ്രയിലേക്ക് വീണു പോയതല്ല. എങ്ങും ഒരു അനക്കവുമില്ല. കുട്ടികൾക്ക് പോലും കളിയും ചിരിയുമില്ല. അവര് പോലും തങ്ങളുടെ ശ്രീരാമചന്ദ്രൻ പോയതിന്റെ വേദനയിലാണ് അല്ലെ. ഈ സമയത്ത് ദശരഥ മഹാരാജാവ് ഭയങ്കരമായ സങ്കടത്തിലാണ് അല്ലെ. 17 വർഷം കാത്തിരുന്നിട്ട് തനിക്ക് കിട്ടിയ പുത്രനാണ്, ആ പുത്രനെയാണ് തനിക്കിപ്പോ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ദശരഥ മഹാരാജാവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കേട്ടതാണ്, കൈകേയി മാതാവായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട ആൾ അല്ലെ. എപ്പോഴും കൈകേയിയുടെ കൂടെയായിരുന്നു. ആ ദശരഥ മഹാരാജാവ് ഇപ്പൊ ആരുടെ കൂടെയാണ്? കൗസല്യയുടെ കൂടെയാണ് അല്ലെ. കൗസല്യയുടെ കൂടെ കൗസല്യയുടെ അന്തപുരത്തിൽ ഇരുന്നിട്ട് പൊട്ടിക്കരയുകയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. എങ്ങനെയാണ് സങ്കടം അദ്ദേഹത്തിന് വരുന്നതെന്ന് അറിയില്ല. അദ്ദേഹത്തിന് രാമനെ കുറിച്ചുള്ള കുട്ടിക്കാലത്തെ ഓർമ്മകളും മറ്റും വരുമ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിക്കും. അതൊക്കെ ഓർത്തിട്ട് ചിരിക്കും. പിന്നീട് രാമൻ തന്റെ കൂടെ ഇല്ലാന്ന് ഓർക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? പൊട്ടിക്കരയും അല്ലെ. അങ്ങനെ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക്, സങ്കടത്താലെ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് ആര് വന്നു? ദശരഥ മഹാരാജാവ് വന്നു. കൗസല്യാദേവിയുടെ അവസ്ഥയും അത് തന്നെയാണ് അല്ലെ. ഒന്നും ചെയ്യാൻ കഴിയാതെ കൗസല്യാദേവിയും സന്തോഷവും, എന്നാലും മകനെ കുറിച്ചും സീതയെ കുറിച്ചും ലക്ഷ്മണനെ കുറിച്ചും ഒക്കെ ഓർക്കുന്ന സമയത്ത് അവർ സന്തോഷം തോന്നും. എന്നാൽ അവരെല്ലാം പോയി ഓർക്കുമ്പോൾ സങ്കടം തോന്നും. ഭയങ്കരമായ സങ്കടത്തിലാണ് കൗസല്യാദേവിയും സുമിത്രാദേവിയും ഒക്കെ തന്നെ. ഇപ്പൊ സുമിത്രാദേവി ഇടയ്ക്ക് വന്നിട്ട് കൗസല്യാദേവിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഒരു ദേവി വിഷമിക്കേണ്ട, രാമൻ ഒറ്റയ്ക്കല്ലല്ലോ, ലക്ഷ്മണനും കൂടെ ഇല്ലേ, സീതയെ അവര് നോക്കിക്കോളും. ലക്ഷ്മണൻ പോകുന്ന സമയത്ത് സുമിത്രാദേവി ലക്ഷ്മണകുമാരനെ വിളിച്ചിട്ടൊരു ഉപദേശം നൽകുന്നുണ്ട്. അപ്പൊ എപ്പോഴും എവിടെ പോയാലും നീ എന്ത് ചെയ്യണം? ശ്രീരാമചന്ദ്ര ഭഗവാനോടൊപ്പം തന്നെ വേണം, രാമനോടൊപ്പം തന്നെ വേണം. രാമനെ വിട്ടിട്ട് എങ്ങോട്ടും മാറിപ്പോകരുത്. രാമനെ നീ ആരായിട്ട് കാണണം? പിതാവായ ദശരഥ തുല്യനായിട്ട് രാമനെ കാണുക. ദശരഥനെ എങ്ങനെയാണോ ഇത്രയും നാൾ കണ്ടിരുന്നത്, പിതാവിന്റെ വാക്കുകൾ നിങ്ങൾ എങ്ങനെയാണോ പരിപാലിച്ചിരുന്നത്, അതുപോലെ ആരെയും കാണണം? രാമനെയും കാണണം. അതുപോലെ സീതയെ ജ്യേഷ്ഠന്റെ ഭാര്യയായിട്ടല്ല കാണേണ്ടത്, അമ്മയായിട്ട് കാണണം, കൗസല്യാദേവിയായിട്ട് കാണണം. കൗസല്യാദേവിയെ കാണുമ്പോൾ നിനക്ക് എന്ത് സന്തോഷമാണോ, എന്ത് ആനന്ദമാണോ നീ അനുഭവിക്കുന്നത്, അതേ ആനന്ദം നീ ആരെ കാണുമ്പോൾ അനുഭവിക്കണം? സീതയെ കാണുമ്പോൾ അനുഭവിക്കണം അല്ലെ. തന്റെ മാതാവായിട്ട് കണ്ട് തന്റെ പിതാവിനും മാതാവിനും എന്തൊക്കെ സേവനമാണോ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്, അതേ സേവനം ആർക്ക് വേണ്ടി ചെയ്യുക? രാമന് വേണ്ടിയിട്ടും സീതയ്ക്ക് വേണ്ടിയിട്ടും തന്റെ മാതാവും പിതാവുമാണെന്ന് കണ്ട് അവർക്ക് വേണ്ടിയിട്ടും സേവനം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് സുമിത്രാദേവി ലക്ഷ്മണനെ അനുഗ്രഹിച്ച് പറഞ്ഞു വിട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൗസല്യയുടെയും ദശരഥന്റെയും ഒക്കെ ഈ സങ്കടം വരുമ്പോൾ അത്രയും സങ്കടം ആർക്കുമുണ്ട്? സുമിത്രാദേവിക്കും ഉണ്ടല്ലേ. പക്ഷെ സുമിത്രാദേവി ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇവരെ യാത്ര അയക്കുന്നത്. അപ്പോ ദശരഥനും കൗസല്യൊക്കെ തന്നെ ഭയങ്കര സങ്കടത്തിലാണ്. അങ്ങനെ സുമന്ത്രൻ ഇവരെയും കൊണ്ട് പോകുന്ന ആ തേര് തമസാ നദിയുടെ തീരത്തെത്തി. തമസാ നദിയുടെ തീരത്തെത്തി. അപ്പൊ നമുക്ക് അവിടെ എന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ എന്താ അവർ കണ്ടത്? അയോധ്യാവാസികൾ, അയോധ്യയിലെ പൗരജനങ്ങളെല്ലാം തന്നെ ഇവരുടെ പിന്നാലെ ഉണ്ട്. ആ പൗരജനങ്ങളെല്ലാം ഇവരുടെ പിന്നാലെ തമസാ നദിയുടെ തീരത്തെത്തി. അപ്പൊ രാമൻ അവരോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോണം, നിങ്ങൾ അയോധ്യയിലേക്ക് തിരിച്ചു പോണം, അയോധ്യക്ക് നിങ്ങളെ ആവശ്യമുണ്ട്, നിങ്ങൾ അങ്ങനെ ചെല്ലാതിരുന്നാല് അവരുടെ അച്ഛന് വിഷമമാവൂ എന്നൊക്കെ പറഞ്ഞു. അവരാരും പോവാൻ കൂട്ടായില്ല. അവര് പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോകാം, പക്ഷേ ഞങ്ങളുടെ കൂടെ ആര് വരണം? രാമൻ ഞങ്ങളുടെ കൂടെ വരണം. രാമനില്ലാത്ത അയോധ്യ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് രാമനാണ്. രാമൻ വന്നാൽ മാത്രമേ ഞങ്ങൾ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞു. അപ്പൊ എത്രയൊക്കെ രാമനും ലക്ഷ്മണനും ഒക്കെ നിർബന്ധിച്ചിട്ടും ഇവരാരും തിരിച്ചു പോകാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഇത് കണ്ടിട്ട് രാമന് ഭയങ്കര സങ്കടമായി അല്ലെ. രാമൻ സുമന്ത്രനോട് പറഞ്ഞു, ഇവരെന്തായാലും തിരികെ പോകത്തില്ല എന്ന് പറഞ്ഞു. രാത്രിയാവുന്ന സമയത്ത് രാമൻ സുമന്ത്രനോട് പറഞ്ഞു, നമുക്ക് എല്ലാവരും ഉറങ്ങി, പൗരവാസികൾ അവിടെ നിൽക്കുന്നവരെല്ലാം ഉറങ്ങി. രാമൻ സുമന്ത്രനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റൊരു വഴിയെ നമുക്ക് ഇവിടെ നിന്ന് പോകാം, പൗരവാസികൾ അത് അറിയണ്ട, ജനങ്ങൾ അത് അറിയണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു എന്നറിയോ? ഇവരെല്ലാം ഉറങ്ങുന്ന സമയത്ത് രാമനും സുമന്ത്രനും ലക്ഷ്മണനും സീതയും ഒക്കെ കൂടി മറ്റൊരു വഴിയെ പോയി. അടുത്ത ദിവസം രാവിലെയായി പൗരജനങ്ങളെല്ലാം ഉണർന്നു നോക്കിയപ്പോ രാമനെയും സീതയും ലക്ഷ്മണനെയും ഒന്നും കാണുന്നില്ല. അപ്പൊ അവർക്ക് മനസ്സിലായി, അവര് ഉറങ്ങിയ സമയത്ത്
അവരറിയാതെ അവരെ അറിയിക്കാണ്ട് ശ്രീരാമചന്ദ്ര ഭഗവാൻ അവിടെ നിന്ന് പോയി എന്ന് മനസ്സിലായിട്ട് അവർക്ക് ഭയങ്കര സങ്കടമായിട്ട് ഇരുന്ന് നിന്നു. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോ ശ്രീരാമചന്ദ്രൻ അവരോട് പറയുന്നുണ്ടാണ്, ഈ കൂട്ടത്തിലുള്ള പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ആയിട്ടുള്ളവരെല്ലാം എന്ത് ചെയ്യണം, തിരിച്ചു പോണം, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവരെ അപ്പൊ അവിടെ തന്നെ നിന്നു. രാവിലെ ആയപ്പോ ശ്രീരാമചന്ദ്ര ഭഗവാനെ കാണാനിട്ട് അവരെല്ലാരും തിരിച്ചു പോയി. അപ്പൊ ആ കൂട്ടത്തില് ഒരു ഹിജഡ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ ആണും സ്ത്രീയും പുരുഷനും ചേർന്നിട്ടുള്ളത്, അങ്ങനെയുണ്ടോ ഹിജഡ. അപ്പൊ അവര് മാത്രം പോയില്ല, പോവാണ്ട് അവിടെ തന്നെ താമസിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് അവര് പോവാത്തത്? അപ്പൊ രാമൻ പറഞ്ഞ എന്താ, ഈ കൂട്ടത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വൃദ്ധജനങ്ങളും ഒക്കെ പോണോന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു ഹിജഡയുടെ പോണം എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവര് പോവാതെ അവിടെ തന്നെ നിന്നു. പിന്നെ 14 വർഷം കഴിഞ്ഞ് യുദ്ധമെല്ലാം കഴിഞ്ഞ് രാവണ നിഗ്രഹം എല്ലാം കഴിഞ്ഞിട്ട് സീതാദേവിയുമായിട്ട് ശ്രീരാമചന്ദ്ര ഭഗവാൻ തിരിച്ച് അയോധ്യയിലെത്തും. ഈ അയോധ്യയിലേക്ക് വരുന്ന വഴിയിൽ ഈ തമസാ നദിയുടെ തീരത്തെത്തുമ്പോ എന്താ കാണുന്നത്, അന്ന് ഉണ്ടായിരുന്ന ആ ഹിജഡ അവരിപ്പോഴും അവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ ശ്രീരാമചന്ദ്ര ഭഗവാൻ ചോദിക്കും, അവിടെ നിന്ന് എന്താ തിരിച്ചു പോയില്ലേ, അതോ ഞങ്ങൾ വരുമെന്ന് അറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇവിടെ വന്ന് കാത്തു നിൽക്കുവാണോ എന്ന് ചോദിക്കുമ്പോ അവര് പറയുന്നുണ്ട്, ഭഗവാൻ എന്താ പറഞ്ഞത്, ഈ കൂട്ടത്തിലുള്ള സ്ത്രീകളും വൃദ്ധജനങ്ങളും കുട്ടികളും അങ്ങനെ ആയിട്ടുള്ളവരല്ലേ പോവാൻ പറഞ്ഞത്, എന്നോടൊക്കെ പോവാൻ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് അങ്ങയുടെ വരവും കാത്ത് ഇത്രയും വർഷമായിട്ട് ഞാനിവിടെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അതാണ് അവിടുത്തെ പൗരജനങ്ങൾക്ക് ശ്രീരാമനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അതാണ് അല്ലെ. അങ്ങനെ ശ്രീരാമചന്ദ്ര ഭഗവാൻ പൗരജനങ്ങൾ ഒന്നും അറിയാതെ എങ്ങോട്ട് പോയി, മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയായി. ഇപ്പൊ രാവിലെ ആളുകൾ നോക്കിയപ്പോ രാമചന്ദ്ര ഭഗവാനെ ഒന്നും കാണുന്നില്ല, ഭയങ്കര വിഷമമായി. പിന്നീട് അവര് തിരിച്ച് അയോധ്യയിലേക്ക് പോയി. അപ്പോ പിന്നെ രാമനില്ലാത്ത അയോധ്യ നഗരിയാണല്ലേ, ഉറങ്ങിയ അവസ്ഥയിലാണ് അയോധ്യ നഗരി. അങ്ങനെ രാമൻ വീണ്ടും യാത്ര തുടർന്ന് ശൃംഗവേരപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. രാമലക്ഷ്മണന്മാരും സുമന്ത്രരും സീതയോടൊപ്പം ശൃംഗവേരപുരം എന്ന് പറയുന്ന ഒരു രാജ്യത്തെത്തി. അപ്പൊ ആ ശൃംഗവേരപുരത്തെ അവിടുത്തെ രാജാവാണ് ഗുഹൻ. ഗുഹനാണ് ശൃംഗവേരപുരത്തെ രാജാവ്. ഗുഹൻ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എപ്പോഴും ശ്രീരാമചന്ദ്ര ഭഗവാനെ കാണാൻ വരികയും ഒന്നിച്ച് സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സുഹൃത്താണ് ഗുഹൻ. ശ്രീരാമചന്ദ്ര ഭഗവാൻ ലക്ഷ്മണനോടും സീതാദേവിയോടും ഒപ്പം ശൃംഗവേരപുരത്തെത്തിയതറിഞ്ഞിട്ട് ഗുഹൻ തന്റെ ബന്ധുമിത്രാദികളും മന്ത്രിമാരും ഒക്കെ ആയിട്ട് രാമചന്ദ്ര ഭഗവാനെ കാണാനെത്തി. അപ്പൊ ദൂരെ നിന്നേ ഗുഹനെ കണ്ടിട്ട് ശ്രീരാമചന്ദ്ര ഭഗവാന് ഭയങ്കര സന്തോഷമായി. രണ്ടുപേരും കൂടി വന്ന് കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിട്ടു. അതിനുശേഷം ഗുഹൻ ശ്രീരാമചന്ദ്ര ഭഗവാനോട് എന്നെ പറയുന്നുണ്ട്, അങ്ങേക്ക് അയോധ്യ നഗരി അങ്ങേക്ക് സ്വന്തമാണ് അല്ലെ, ആ അയോധ്യ നഗരി അങ്ങേക്ക് എങ്ങനെയാണോ സ്വന്തം അതുപോലെ തന്നെ ഈ ശൃംഗവേരപുരവും ആർക്ക് സ്വന്തമാണ്, രാമന് സ്വന്തമാണ്, അങ്ങേക്ക് സ്വന്തമാണ്. അങ്ങേക്ക് ഇവിടെ നിന്ന് എങ്ങും പോണ്ട, അങ്ങേക്ക് എത്ര കാലം വേണമെങ്കിലും എത്ര കാലം മരണം വരെ വേണമെങ്കിൽ അങ്ങേക്ക് ഇവിടെ തന്നെ കഴിയാം. ഈ ശൃംഗവേരപുരം അങ്ങയുടെ സ്വന്തം രാജ്യമായി കണ്ടുകൊണ്ട് അങ്ങേക്ക് ഇവിടെ ജീവിക്കാന്ന് പറഞ്ഞു. ഗുഹന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് രാമചന്ദ്ര ഭഗവാന് ഭയങ്കര സന്തോഷമായി അല്ലെ, തന്റെ പ്രിയ സുഹൃത്ത് അദ്ദേഹത്തിന്റെ രാജ്യം തന്റേത് കൂടിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ രാമചന്ദ്ര ഭഗവാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയല്ല, എന്റെ അമ്മ അച്ഛനോട് പറഞ്ഞത് 14 വർഷത്തെ വനവാസ കാലമാണ് എനിക്ക് പറഞ്ഞേക്കുന്നത്. ഞാൻ അച്ഛനത് വാക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോ അച്ഛന് കൊടുത്ത ആ വാക്ക് എനിക്ക് പാലിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം അവിടെ ഒരു പർണശാലയൊക്കെ കെട്ടിയിട്ട് അതിനകത്തൊരു കിടക്കുന്നതിന് വേണ്ടി ശയ്യയൊക്കെ ഒരുക്കി കൊടുത്തു. അപ്പൊ രാത്രിയായ സമയത്ത് ലക്ഷ്മണൻ എന്താ ചെയ്യുന്നത്, എപ്പോഴും രാമനും സീതയ്ക്കും കാവലാണല്ലേ. രാത്രിയിലും ഈ 14 വർഷവും ലക്ഷ്മണൻ ഉറങ്ങിയിട്ടേ ഇല്ല. എപ്പോഴും തന്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കും കാവലായി തന്നെ നിലകൊണ്ടു. അപ്പൊ രാത്രിയാവുമ്പോ ലക്ഷ്മണൻ അമ്പും വില്ലും ഒക്കെ എടുത്ത് അടുത്ത് കുറച്ച് ഉയരമുള്ള സ്ഥലത്ത് കയറിയിട്ട് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കും, ചുറ്റും വീക്ഷിക്കും. ഇനി തന്റെ ജ്യേഷ്ഠനെ ഉപദ്രവിക്കാനായിട്ട് ആരെങ്കിലും വരുന്നോ, ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ ആ ദിവസവും അതുപോലെ തന്നെയാണ്. ലക്ഷ്മണൻ ഇങ്ങനെ അമ്പും വില്ലും ഒക്കെ ഏന്തി നിന്ന സമയത്ത് ഗുഹൻ അടുത്തേക്ക് വന്നു. ഗുഹൻ വന്നിട്ട് ലക്ഷ്മണനോട് സംസാരിക്കുമ്പോൾ ലക്ഷ്മണൻ തന്റെ സങ്കടങ്ങൾ പറയും. രാമൻ എത്ര സന്തോഷവാനായിട്ടാണ് അയോധ്യയിൽ കഴിഞ്ഞത് അല്ലെ, രാജകുമാരനായിരുന്നു, എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയിട്ട് എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടിയിട്ടാണ് കഴിഞ്ഞത്. ജനകപുത്രിയായ സീതാദേവിക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും വന്ന് കാട്ടിൽ ജീവിക്കേണ്ട ആൾക്കാരല്ല അവരല്ലേ. അങ്ങനെ ഒരു വനത്തിൽ വന്ന് ഇങ്ങനെ മുനിമാരെ പോലെ അല്ലെങ്കിൽ വൽക്കലങ്ങളൊക്കെ ധരിച്ച് ആഭരണങ്ങളൊന്നും ഇല്ലാണ്ട് ഫലമൂലാദികൾ മാത്രം കഴിച്ച് ജീവിക്കേണ്ടവരല്ല. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ, അവരിങ്ങനെ ജീവിക്കേണ്ടി വരുന്നത് ഇത് കാണുമ്പോൾ തനിക്ക് അതിയായ ദുഃഖമുണ്ടെന്ന് ലക്ഷ്മണൻ ആരോട് പറയുക, ഗുഹനോട് പറയുവാണല്ലേ. ഗുഹൻ ലക്ഷ്മണനെ ആശ്വസിപ്പിച്ചിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു, അങ്ങ് എന്താണ് ഉറങ്ങാത്തത്, അങ്ങേക്ക് ഉറങ്ങുന്നതിനുള്ള ശയ്യയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, അങ്ങ് പോയി ഉറങ്ങിയാലും എനിക്കും ഏറ്റവും പ്രിയപ്പെട്ടത് ആര് തന്നെയാണ്, ശ്രീരാമചന്ദ്രൻ തന്നെയാണ്, ഞാൻ ഇവിടെ ഉണ്ടാവും, ശ്രീരാമന് കാവലായിട്ട് ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുന്നു. അപ്പൊ
അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു അത് കുഴപ്പമില്ല, എനിക്ക് എന്തായാലും ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്, എന്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തെയും എപ്പോഴും സംരക്ഷിക്കുക എന്നുള്ളത് ഞാൻ കൊടുത്ത വാക്കാണ്, അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ഇനി ഉറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് ലക്ഷ്മണനും ഗുഹനും കൂടിയിട്ടാണ് ഇവർക്ക് വേണ്ടിയിട്ട് അവിടെ കാത്തു നിൽക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഭരദ്വാജ ആശ്രമത്തിൽ, അവിടെ നിന്ന് നേരെ അടുത്ത ദിവസം ഭരദ്വാജ ആശ്രമത്തിൽ ചെന്നു. ഭരദ്വാജ മുനിയെ കണ്ടു. മുനിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ മുനിയിൽ നിന്നും ആശീർവാദം ഒക്കെ വാങ്ങിയിട്ട് ചിത്രകൂടത്തിലേക്ക് പോയി. അപ്പൊ ചിത്രകൂടത്തിലേക്ക് പോയി അവിടെ അതിമനോഹരമായ ഒരു പർണശാലയൊക്കെ ലക്ഷ്മണനും മറ്റെല്ലാവരും ചേർന്ന് രാമന് വേണ്ടിയിട്ട് ഒരുക്കി കൊടുത്തു. അതിനുശേഷം സുമന്ത്രൻ തിരിച്ച് അയോധ്യയിലേക്ക് രാമനോടും ലക്ഷ്മണനോടും സീതാദേവിയോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് സുമന്ത്രൻ വീണ്ടും എങ്ങോട്ട് പോയി? അയോധ്യയിലേക്ക് തിരികെ പോയി. അപ്പൊ അയോധ്യയിൽ എത്തിയ ശേഷം പെട്ടെന്ന് ആദ്യം തന്നെ ദശരഥ ചക്രവർത്തിയുടെ അടുത്തെത്തി രാജാവിനോടും കൗസല്യ ദേവിയോടും രാമന്റെയും ലക്ഷ്മണന്റെയും സീതയുടെയും വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പോയ വഴിക്കുള്ള കാര്യവും ഗുഹനെ കണ്ടതും ഭരദ്വാജ മുനിയെ കണ്ടതും ചിത്രകൂടത്തിൽ എത്തിയതുമായ എല്ലാ വിശേഷങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ദശരഥ മഹാരാജന് ഭയങ്കരമായ അതിയായ വിഷമം തോന്നിയല്ലേ, സങ്കടം സഹിക്ക വയ്യാതായി. അപ്പൊ ആ വാക്കുകൾ കേട്ട് ദശരഥ മഹാരാജാവ് അത്യധികം വിഷമത്തോടെ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് കണ്ണുനീർ വാർത്തുകൊണ്ട് തന്നെ പറഞ്ഞു, പാപിനിയായ കൈകേയിയുടെ ആ ഒരു പ്രേരണ കൊണ്ടിട്ടാണ് ഇതിനെല്ലാം കാരണമായത്. ഞാൻ എന്റെ മന്ത്രിമാരോടും, പ്രായമായ ഒത്തിരി മന്ത്രിമാരുണ്ടല്ലേ ആ കൊട്ടാരത്തിൽ, അതുപോലെ മുനിമാരുണ്ട്, വസിഷ്ഠ മുനിയുണ്ട്, ഇവരോട് ആരോടും ഞാൻ അഭിപ്രായവും ചോദിക്കാതെയാണ് ആ കൈകേയിക്ക് വരം ചോദിച്ചു. അപ്പോ ഈ അവസരത്തിൽ രാമനെ കാട്ടിൽ അയക്കണമെന്നും ഭരതനെ രാജാവാക്കണമെന്നും പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല അല്ലെ, ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് പാലിച്ചേ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു വരം കൊടുത്തു. അപ്പൊ അതിന്റെ ഒരു ഫലമായിട്ടാണ് ഈ ദുഃഖങ്ങളെല്ലാം ഞാനും അതുപോലെ തന്നെ എന്റെ പ്രവൃത്തി മൂലം കൗസല്യയും മറ്റുള്ളവരും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞിട്ട് രാജാവ് പൊട്ടിക്കരയുകയാണല്ലേ. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, രാമനെ കൂടാതെ എനിക്ക് ക്ഷണനേരം പോലും ജീവിക്കാൻ പറ്റില്ല, ഒരു നിമിഷത്തേക്ക് പോലും എനിക്ക് രാമനെ പിരിഞ്ഞ് ജീവിക്കാനാകില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ, ഞങ്ങളെ കൂടി എന്ത് ചെയ്യുക, സുമന്ത്രവേ അങ്ങ് ഞങ്ങളെ കൂടി ശ്രീരാമന്റെ അടുത്തേക്ക് കൊണ്ടു ചെന്നാക്കിയാലും എന്ന് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ലക്ഷ്മണനോടും സീതയോടും കൂടി രാമനെ ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോയി കാണണം, ഞങ്ങളെ കൂടി കൊണ്ടുപോകൂ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട്. അപ്പൊ സുമന്ത്രര് പറയും, ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല അല്ലെ, രാജാവില്ലാതാവും അയോധ്യക്ക്, നമ്മുടെ അയോധ്യ നഗരി തന്നെ നശിച്ചു പോകും, അതുകൊണ്ട് ഒരിക്കലും, അതുമല്ല വൃദ്ധരാണല്ലേ, വൃദ്ധരായ ആൾക്കാരാണ്, നിങ്ങളെ ഒരിക്കലും അങ്ങനെ ആ ക്രൂര മൃഗങ്ങളൊക്കെയുള്ള ആ വനത്തിലേക്ക് കൊണ്ട് അങ്ങനെ അവിടെ താമസിക്കാൻ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടിട്ട് കൗസല്യ ദേവിക്ക് ഭയങ്കരമായിട്ട് ദുഃഖമായി. കൗസല്യ ദേവി എന്താ, അത് ബോധമെല്ലാം നശിച്ചിട്ട് തറയിൽ കിടന്ന് ഉരുണ്ട് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് പറയും, എനിക്കൊരിക്കലും എന്റെ പുത്രനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല, ഒരുപാട് വർഷം കാത്തിരുന്നിട്ട് കിട്ടിയതാണ് എനിക്ക് രാമനെ, അതുപോലെ സീത എന്റെ പുത്രിയാണ്, ലക്ഷ്മണൻ എന്റെ പുത്രനാണ്, അവരെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും പൊട്ടിക്കരയും. ഇടയ്ക്ക് കൗസല്യാദേവി എന്ത് ചെയ്യും, ഇതിനെല്ലാം കാരണം ആരാണ്? ദശരഥനാണ് അല്ലെ, ദശരഥൻ കൊടുത്ത വാക്കാണ് ഇതിനെല്ലാം കാരണം, കൈകേയിയോടുള്ള അമിത സ്നേഹമാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞിട്ട് ആരെ കുറ്റപ്പെടുത്തുന്നുണ്ട്? ദശരഥനെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. അതെല്ലാം സങ്കടം കൊണ്ടിട്ടാണ് അല്ലെ, പുത്രനെ പിരിഞ്ഞ ദുഃഖം കൊണ്ടാണ് ആ ഒരു അവസ്ഥയിലൊക്കെ കൈകേയി സംസാരിക്കുന്നത്. അപ്പൊ കൈകേയിയുടെ ഈ ഒരു അവസ്ഥയും ദുഃഖവും എല്ലാം കണ്ടിട്ട് ദശരഥൻ ഭയങ്കര ദുഃഖത്തിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് രാമ പുത്ര നീ എവിടെയാണ്, നീ തിരിച്ചു വരില്ലേ രാമ എന്നൊക്കെ വിളിച്ചിട്ടാണ് അദ്ദേഹം കരയുന്നത്. അപ്പോ രാജാവ് കൗസല്യോട് പറഞ്ഞിട്ട് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഇതിന്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് ഞാനാണ് അല്ലെ, നീ നിത്യവും എന്നിലും മറ്റുള്ളവരിലും വാത്സല്യവും പ്രീതിയും ഉള്ളവളായിരുന്നു, പക്ഷെ ഇതൊന്നും ഞാൻ തിരിച്ചറിഞ്ഞില്ല, ഞാൻ തിരിച്ചറിയാതെ എനിക്ക് കൈകേയിയോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞിട്ട് രാജാവ് കണ്ണുനീർ വാർക്കുന്നുണ്ട്. അപ്പോ കൗസല്യക്ക് പെട്ടെന്ന് സങ്കടമായിട്ട്, കൗസല്യക്ക് അറിയാം ദശരഥ മഹാരാജ് വളരെയേറെ ദുഃഖത്തിലാണ്. അപ്പൊ തന്റെ വാക്കുകൾ രാജാവിനെ കൂടുതൽ വേദനിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ കൗസല്യ രാജാവിനോട് മാപ്പ് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പുത്ര ദുഃഖം കൊണ്ട് മകനെയും മകളെയും ഒക്കെ പിരിഞ്ഞതിലുള്ള ദുഃഖം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അങ്ങ് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് അത് എന്ത് ചെയ്യുവാണ്, ദശരഥ മഹാരാജാവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ കൗസല്യക്ക് അത്രയും സങ്കടം ഉണ്ടെങ്കിലും അതിനിടയിൽ കൗസല്യ ആരെയും ആശ്വസിപ്പിക്കുന്നുണ്ട്? ദശരഥ ചക്രവർത്തിയെയും ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ കൗസല്യ എന്നിട്ട് പറയുന്നുണ്ട്, ദുഃഖം നമുക്ക് സഹിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നല്ല ഗുണങ്ങളെയും അത് ഇല്ലാതാക്കും അല്ലെ. അപ്പൊ നമ്മള് ഒരാള് നമ്മളോട് മോശമായി പെരുമാറുന്നു അല്ലെങ്കിൽ നമ്മളെ വളരെയേറെ വേദനിപ്പിച്ചാല് നമുക്ക് സങ്കടം വരും. അപ്പൊ ആ സങ്കടം വരുന്ന സമയത്ത് നമ്മൾ അവരോട് കയർത്തും, ദേഷ്യത്തിൽ സംസാരിക്കല്ലോ, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ നമ്മൾ പറയും. ആ സമയത്ത് അവരുടെ ഭാഗത്ത് വരുന്ന മിസ്റ്റേക്ക് മനസ്സിലാക്കാതെ അവർ സ്വയം ന്യായീകരിക്കുകയും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ ദേഷ്യം കൂടും അല്ലെ. അപ്പൊ ആ ഒരു ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ എന്താ പറയുന്നതെന്ന് നമുക്ക് അറിയില്ല, അത് നമ്മളെ കൂടുതൽ
ദുഃഖത്തിലേക്കും കോപത്തിലേക്കും ഒക്കെ എത്തിക്കും. അതെല്ലാം അപ്പൊ ഇതെല്ലാം കൗസല്യക്ക് സംഭവിച്ചത് ഇത് തന്നെയാണ്. കൗസല്യ ആ ഒരു പുത്ര ദുഃഖം സഹിക്കാൻ വയ്യാതെയാണ് ദശരഥ മഹാരാജാവിനോട് കയർത്ത് സംസാരിച്ചത്. ഇതിനെല്ലാം കാരണം അങ്ങാണല്ലോ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു. പക്ഷെ കൗസല്യ ഇവിടെ രാജാവിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് ദശരഥനും കൗസല്യയും അവർ പരസ്പര ദുഃഖമുണ്ടെങ്കിലും അവരുടെ പരസ്പരം ആശ്വസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ വളരെയേറെ തളർന്നു, പ്രത്യേകിച്ച് രാജാവ് വളരെയേറെ തളർന്നു വീണ ഒരു അവസ്ഥയിലേക്ക് മാറുവാണ്. അപ്പൊ അതാണ് ഇത്രയും ഭാഗത്തോട് പറയുന്നത്. അടുത്ത് നമുക്ക് വായിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം കേൾക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ശ്രീരാമചന്ദ്ര ഭഗവാൻ വനവാസത്തിനായിട്ട് പോയി. വനവാസത്തിന് പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ടുന്ന ദാനകർമ്മങ്ങളും എല്ലാം ചെയ്തു. അതിനുശേഷം ദശരഥന്റെ അടുത്ത വിലാപം നമ്മൾ കേട്ടു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാ പേരും കൂടിയിട്ട് എന്ത് ചെയ്യും? ശ്രീരാമചന്ദ്ര ഭഗവാനെ തിരിച്ചു കൊണ്ടുവരുന്നതിനായിട്ട് വനത്തിലേക്ക്. അങ്ങനെ അതിൽ അവസാനമായിട്ട് വീണ്ടും ഒരു പടി കൂടി ചെയ്തു നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഭരതൻ എവിടേക്ക് പോകുന്നത്? ശ്രീരാമചന്ദ്ര ഭഗവാനെ കൊണ്ടുവരാനായിട്ട് വീണ്ടും കാട്ടിലേക്ക് പോകുന്ന, വനത്തിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് ശ്രീരാമചന്ദ്ര ഭഗവാനെ കണ്ടിട്ട് ഭരതൻ പറയും, അല്ലെ, രാമനെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം എന്റെ രാമനെ വീണ്ടും കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഭരതൻ നന്നായിട്ട് നിർബന്ധിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അമ്മയുടെ സന്തോഷത്തിനായിട്ട് എനിക്ക് നൽകിയ രാജ്യം ഞാൻ ഇതാ തിരിച്ചു നൽകുന്നു എന്നാണ് ആര് പറയുന്നത്? ഭരതൻ പറയുന്നത്. അപ്പോ ഇത് കേൾക്കുന്ന സമയത്ത് ഭരതന്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് ദുഃഖിതനും യശസ്വിയുമായിട്ടുള്ള സഹോദരനെ വീക്ഷിച്ചുകൊണ്ട്, ആരാ ദുഃഖിതനായിട്ട് നിൽക്കുന്നത്? ഭരതൻ, അല്ലെ. ഭരതൻ എന്ന് പറയും, എന്റെ അമ്മയുടെ സന്തോഷത്തിനായിട്ടാ എനിക്ക് ഈ രാജ്യം തന്നത്, ഈ രാജ്യം ഞാനിതാ മടക്കി നൽകുകയാണ് എന്ന് പറയുമ്പോ വളരെ ദുഃഖത്തോട് കൂടിയിട്ട്, വിഷമത്തോട് കൂടിയിട്ടാ ഭരതൻ അവിടെ നിൽക്കുന്നത്. അപ്പൊ വളരെ ദുഃഖിതനായിട്ട്, വളരെ വിനീതത്തോട് കൂടിയിട്ട് അവിടെ നിൽക്കുന്ന ആ ഭരതനെ കണ്ടിട്ട് ശ്രീരാമചന്ദ്ര ഭഗവാൻ തന്നെയും ആ ദൃഢനിശ്ചയത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ തന്നെ ഭരതനോട് പറയുന്നുണ്ട്, ഭരതനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഭരത, ആത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നവനാണ് പുരുഷൻ എന്നാ പറയുന്നത്. ആത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നവനാണ് പുരുഷൻ എന്ന് പറയും. നമ്മളൊക്കെ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ആത്മാവ് പറയുന്ന അനുസരിച്ചിട്ടാണോ പ്രവർത്തിക്കുന്നത്? നമ്മുടെ മനസ്സ് പറയുന്ന അനുസരിച്ചിട്ടാണോ പ്രവർത്തിക്കുന്നത്? നമുക്ക് തോന്നുന്നത് പോലെ നമ്മൾ ചെയ്യും, അല്ലെ. എവിടെയാ തോന്നുന്നത്? എവിടെയാ തോന്നുന്നത്? മനസ്സിൽ, അല്ലെ. അപ്പൊ നമുക്ക് തോന്നുന്നത് പോലെ, അവൾ പറയില്ലേ, എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ ചെയ്യുന്ന പറയുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് തോന്നുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ശ്രീരാമചന്ദ്ര ഭഗവാൻ പറയുന്നു, ആത്മാവിന്റെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് പുരുഷൻ എന്ന് പറയുമ്പോൾ ആരാണ് ആത്മാവ്? ഭഗവാന്റെ അംശമാണ്, അല്ലെ. എവിടെയാ കുടികൊള്ളുന്നത്? നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലെ. ആത്മാവിന്റെ വലിപ്പം എത്രയാണ്? ഒരു കേശത്തിന്റെ, ഒരു മുടിയുടെ അഗ്രഭാഗം എടുത്തിട്ട് അതിനെ 10,000 കീറി നോക്കി കഴിഞ്ഞാൽ എത്രയുണ്ടോ അത്രേ കാണുമെന്ന് പറയുന്ന ആത്മാവ്. ആത്മാവിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു, വാണോരണീന മഹതവും അഭീനാൻ, അല്ലെ. അണുവിനേക്കാൾ അണുവും മഹത്തിനേക്കാൾ മഹത്തരവുമാണ് ആത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ അംശമായിട്ടുള്ള ആ ആത്മാവ്, ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും ആ ആത്മാവിനുണ്ട്, അല്ലെ. ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും ആ ആത്മാവിനുണ്ട്. പക്ഷെ ഭഗവാൻ എത്രത്തോളം ഉണ്ടോ അത്രയും അളവിലില്ല എന്ന് മാത്രം, അല്ലെ. നമ്മള് കടൽക്കരയിൽ പോയിട്ട് നമ്മൾ ആ കടലിലേക്ക് ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കടൽ വെള്ളം ഇങ്ങനെ തിരമാലയൊക്കെ അടിച്ച് ഇങ്ങനെ കയറി വരും, ഇല്ലേ. ആ തിരമാലയൊക്കെ കണ്ടു നിൽക്കാൻ ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞിട്ട് ആ കടലിന്റെ ആ തീരത്ത് പോയിട്ട് ഒരു ബക്കറ്റ് നിറച്ച് കടൽ വെള്ളം കോരിയെടുത്ത് റോഡിൽ കൊണ്ടുവയ്ക്കും. അതിനകത്ത് തിരമാല കാണൂ? ഇല്ല, ഇല്ലേ. എന്നാൽ ആ ബക്കറ്റിൽ നിന്ന് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ശകലം രുചിച്ച് നോക്കിയാലോ, കടൽ വെള്ളത്തിലുള്ള അതേ ഉപ്പും എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്.
അല്ലെ? രണ്ടിലും ഗുണങ്ങൾ ഒരുപോലെ ഉണ്ടാവും. പക്ഷെ കടൽ വെള്ളത്തിന്റെ അത്രയും ശക്തി ഇതിനുണ്ടോ? ഇല്ല, അല്ലെ? അതുപോലെ ആ ഭഗവാനും നമ്മളും തങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കണം. ഭഗവാന്റെ ഗുണങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മുടെ സ്വഭാവം നല്ലതല്ലാത്തതുകൊണ്ട് ആ ഗുണങ്ങളൊക്കെ മോശപ്പെട്ടു പോയി, ഇല്ലേ? നമ്മൾ കാണിക്കും നമ്മുടെ മനസ്സിലുള്ളത് ചെയ്യുന്നുണ്ട്. അപ്പോ എല്ലാ ഗുണങ്ങളും കൊണ്ട് ആ ശക്തിയില്ല. അപ്പൊ നമുക്ക് ആ ഒരു ശക്തി അല്ലെങ്കിൽ ഭഗവാന്റേതായിട്ടുള്ള ആ ഗുണഗണങ്ങളെല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാൻ ആവും നല്ല പറയുന്നത്, അല്ലെ? ഭഗവാൻ എന്ന് പറയുന്നത് എന്താ? മംഗളകാരകനാണ്, അല്ലെ? എല്ലാവർക്കും മംഗളം വരുന്നത് മാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാ ഭഗവാൻ എന്ന് പറയുന്നത്, അല്ലെ? കൃപാ സിന്ധു, ദയാ സിന്ധു എന്നൊക്കെ പറയുന്നത്, അല്ലെ? കൃപാലുവാണ്, ദയാലുവാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോ ഭഗവാന്റെ ആ ഒരു കൃപയും ആ ഒരു ദയയും അനുകമ്പയും ഒക്കെ തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ബക്കറ്റിൽ ഇരിക്കുന്ന വെള്ളത്തിന് തിരയായിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ച് കടലിലേക്ക് ഒഴിക്കണം, അല്ലെ? ഇപ്പൊ കടലുമായിട്ട് ചേർന്ന് നിന്നെങ്കിലേ അതിന് തിരയായിട്ട് വരാൻ പറ്റൂ. അതുപോലെ ആളിക്കത്തുന്ന തീയിൽ നിന്ന് ഇങ്ങനെ തീപ്പൊരികൾ ഇങ്ങനെ പറന്നു പോകും. അതും തീക്കും ഒരേ സ്വഭാവമല്ലേ? പക്ഷെ അതിന് ആയുസ്സുണ്ടോ? ഇല്ല. പക്ഷെ അതിന് ആളി കത്തണമെങ്കിൽ ആരെ കൂടെ ചേർന്ന് നിൽക്കണം? ആ അഗ്നിയുടെ കൂടെ ചേർന്ന് നിൽക്കണം, ഇല്ലേ? അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാല് നമുക്ക് ഭഗവാന്റേതായിട്ടുള്ള എല്ലാ കൃപാകടാക്ഷങ്ങളും നമുക്ക് കിട്ടും, ഇല്ലേ? കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ശ്രീരാമൻ പറയുന്നത് ആത്മാവിന്റെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് പുരുഷൻ എന്ന് പറയും, അല്ലെ? അപ്പൊ ആത്മാവിന്റെ ഹിതം എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്മുടെ പിതാവിന്റെ വാക്കിനെ നമ്മൾ അനുസരിക്കണം, മുതിർന്നവരുടെ വാക്കിനെ നമ്മൾ അനുസരിക്കണം, ഭഗവാന് വേണ്ടിയിട്ട് സേവനം ചെയ്യണം, അല്ലെ? ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ സേവനം ചെയ്യണം. അപ്പൊ ആ ആത്മാവിന്റെ ഹിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവഹിതമാണ്, അല്ലെ? ഭഗവാൻ എല്ലാവരും എന്താ എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് ആ ചിന്തയെ വെച്ച് നടക്കുന്ന ആളാ ഭഗവാൻ എന്ന് പറയുന്നത്. എല്ലാവരും എല്ലാരും ഭഗവാനെ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ഭഗവാനുമായിട്ട് ഇതിനകത്ത് സംസാരിച്ച് എത്ര പേരുണ്ട്? എന്ന് സംസാരിച്ചു? രണ്ടു ദിവസമായ എന്ന് സംസാരിച്ച്? നമ്മൾ എല്ലാ പേരും ഭഗവാനോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മളെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത പാപകർമ്മങ്ങളൊക്കെ തന്നെ ഭഗവാൻ നമ്മളുടെ പറഞ്ഞിട്ടുണ്ട്. നീ ഇന്നത് ചെയ്തു, നീ ഇന്നത് ചെയ്തു, അല്ലെ? ഇവിടെ കണ്ണാടി ഇട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഓർത്തോണ്ട് അവരെടുക്കൽ ഞാൻ ഉൾപ്പെടെ അവരുടെ പറഞ്ഞിട്ടുണ്ട്. നീ കഴിഞ്ഞ ജന്മത്തില് ഒരു വഴിയിൽ കൂടെ നടന്നു പോയപ്പോ ഒരു കന്നുകാലിപ്പുരയ്ക്ക് കാലിത്തൊഴുത്തിന് തീ പിടിച്ചു, എന്നിട്ട് നീ കാണാതെ പോയി, അതുകൊണ്ടാണ് നിനക്ക് കാഴ്ച കുറഞ്ഞു പോയത്, അല്ലെ? നമ്മള് തൃശ്ശൂരിൽ പോയി കഴിഞ്ഞാൽ അവിടെ കൂടൽമാണിക്യം ക്ഷേത്രമുണ്ട്, ഭാരത ക്ഷേത്രമുണ്ട് കൂടൽമാണിക്യം. ആ കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഓരോരോ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ്, അല്ലെ? അമ്പലത്തിൽ ഉത്സവത്തിന് വന്നിട്ട് ആരും അറിയാതെ വേറൊരുത്തന്റെ ചെരുപ്പിട്ടോണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവൻ അടുത്ത ജന്മത്തിൽ ചെമ്മരിയാടായിട്ട് ജനിക്കേണ്ടി വരും, ഇല്ലേ? അവന്റെ രോമം മുഴുവൻ ചെരുപ്പുണ്ടാക്കാൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓരോരോ പാപകർമ്മങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഈ ഭഗവാനുമായിട്ട് നമ്മൾ സംസാരിച്ചു എപ്പോഴാണെന്നറിയാമോ? അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് അതിനകത്ത് കിടന്ന കഷ്ടതകളും ദുരിതങ്ങളും എല്ലാം നമ്മൾ അനുഭവിക്കുമ്പോ ഭഗവാൻ അവിടെ വന്നിട്ട് പറയും, നിനക്ക് ഇത്രയും സങ്കീർണമായ ഒരു സാഹചര്യത്തില് കിടക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? നിന്റെ മുജ്ജന്മത്തിലെ ഫലം കൊണ്ടാ, കർമ്മഫലം കൊണ്ടാ, അല്ലെ? എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തരും നമുക്ക്. എന്നിട്ട് ഭഗവാൻ പറയും, ഇനിയും നിനക്ക് ഇങ്ങനെ ഒരു കഷ്ടത അനുഭവിക്കേണ്ട എങ്കിൽ നീ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് നീ അവിടെ പോയിട്ട് നീ എനിക്ക് വേണ്ടിയിട്ട് സേവനങ്ങളെല്ലാം ചെയ്ത് നാമജപം എല്ലാം ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടാ എന്ത് ചെയ്യുന്നേ? നമ്മളെ അവിടെ പുറത്തേക്ക് വിടുന്നല്ലേ? അപ്പൊ നമ്മൾ പുറത്തേക്ക് വരുമ്പോഴേ എന്ത് ചെയ്യും? വന്ന് അതിന്റെ 5-ന്റെ 6-ന്റെ കാണാം നാള് ദോഷം എന്നൊക്കെ പറഞ്ഞ അമ്മാവിയാണ് മരണപ്പെട്ടു പോയി പറയാം, അവന്റെ തല കണ്ടപ്പോഴേ ആള് പോയി എന്ന് പറയുന്നേ. അപ്പൊ അന്ന് തൊട്ടാ എന്തുകൊണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ
പുറത്തേക്ക് നമ്മൾ ഭൂമിയിലേക്ക് ജന്മമെടുക്കുമ്പോൾ നമ്മൾ ഭഗവാനുമായിട്ട് സംസാരിച്ചിരുന്നു. നമ്മൾ ഭഗവാന്റെ ദാസന, ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം നമ്മൾ മറന്നുപോകും. എന്തുകൊണ്ടാണ് മറന്നു പോണേ? നമ്മുടെ ഭൗതികതയ്ക്ക് 3 ഗുണങ്ങളുണ്ട്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അല്ലെ? സപ്താഹം കേട്ടപ്പോ നമ്മൾ പഠിച്ചതാണ്. അപ്പോ ഈ 3 ഗുണങ്ങളും കൊണ്ട് നമ്മുടെ അവബോധത്തെ, നമ്മുടെ ചിന്തയെ മുഴുവൻ അങ്ങ് മൂടിക്കളയും. അപ്പൊ നമ്മൾ ഭഗവാനുമായിട്ടുള്ള ബന്ധം നമ്മൾ മറന്നു, ഇല്ലേ? ഭഗവാനുമായിട്ടുള്ള ബന്ധം നമ്മൾ മറന്നു. അങ്ങനെ ഈ ഭഗവാനുമായിട്ടുള്ള ബന്ധം നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? തിരിച്ച് ഭഗവാന്റെ അടുക്കിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും, അല്ലെ? ഇനി വീട്ടിലെ പുതിയ കുട്ടികളൊക്കെ വരുന്ന സമയത്ത്, അമ്മമാര് ഗർഭവതികളായിട്ടിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും നാമം ചൊല്ലുന്നത് കേൾക്കണം. എല്ലാ ദിവസവും അമ്മ നാമം ജപിക്കണം. എല്ലാ ദിവസവും അമ്പലത്തിൽ വന്നിട്ട് പ്രസാദം കഴിക്കണം. എല്ലാ ദിവസവും വെറുതെ ഭഗവാന്റെ കീർത്തനങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കണം. ആ വരുന്ന കുട്ടി എങ്ങനെയായിരിക്കും? ഒരു ഭക്തനായിരിക്കും, അല്ലെ? അവൻ ജനിച്ചു കഴിഞ്ഞാൽ നാമജപം കേൾക്കുമ്പോഴേ അവൻ ചെവി ഇങ്ങനെ പിടിക്കും, അല്ലെ? അതാണ് ഭഗവാനുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ അത് നമ്മള് ഈ ഗർഭാധാന സംസ്കാരം നമ്മുടെ ജീവിതത്തില് 20-26 തരത്തിലുള്ള സംസ്കാര രീതികൾ പറയുന്നുണ്ട്. 26 അതിൽ സംസ്കാര രീതികൾ പറയുന്നുണ്ട്. അതായത് വിവാഹം തുടങ്ങിക്കഴിഞ്ഞാല് വിവാഹ സംസ്കാരം, ഗർഭാധാന സംസ്കാരം, പെൺകുട്ടി ഗർഭവതി ആയി കഴിഞ്ഞാല് 3-ാം മാസത്തില് സീമന്തം, ഉത്സവനം, അതുപോലെ തന്നെ എന്താണ്, കുട്ടി ജനിച്ചു കഴിഞ്ഞാല് എന്താണ്, കർണവേദം, ഇങ്ങനെ നമ്മൾ പറഞ്ഞു പേര് നിന്നൊക്കെ ചടങ്ങൊക്കെ ഇല്ലേ? അതുപോലെ തന്നെ തല മുണ്ടനം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഉപനയനം. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ കർമ്മമാണ് നമുക്ക് കാണാൻ പറ്റാത്ത കർമ്മം. ഏതാണ് ആ കർമ്മം എന്ന് പറയുന്ന സംസ്കാരം? അന്ത്യേഷ്ടി, അല്ലെ? അവസാന ശവസംസ്കാരത്തിൽ നമുക്ക് മാത്രം കാണാൻ പറ്റില്ല, ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അന്ത്യേഷ്ടിയിൽ അവസാനിക്കുന്ന ആ സംസ്കാര ചടങ്ങുകൾ വരെയുണ്ട്. അപ്പോ ഈ ഉത്സവനം എന്ന് പറയുന്നത് പുത്രനെ ഇച്ഛിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്ന സംസ്കാര ചടങ്ങ്. സീമന്തം എന്ന് പറയുന്നത് എന്താണ്? പ്രസവ ശുശ്രൂഷയും പ്രസവമൊക്കെ വളരെ സുഖകരമായിട്ട് നടക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന സംസ്കാര ചടങ്ങ്. ഇതെല്ലാം തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഓരോ കാലഘട്ടങ്ങളിലും ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങൾ എന്ത് ചെയ്യും? ഭഗവാന് വേണ്ടി സമർപ്പിച്ചിട്ട് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യുന്ന സംസ്കാര ചടങ്ങ്, അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഭഗവാനുമായിട്ട് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ചേർന്ന് നിൽക്കുന്നതിന് നമ്മൾ എല്ലാ മാസവും 2 പ്രാവശ്യം ആഹാരം കഴിക്കാതിരിക്കും. ഏതാണ് ദിവസം? ഏകാദശി, അല്ലേ? ഏകാദശി എടുക്കുന്ന എത്ര പേരുണ്ടല്ലോ? ഏകാദശി എടുക്കുന്നവര് 2 പേരേ ഉള്ളൂ. ഏകാദശി എടുക്കണം. ഏകാദശിക്ക് ഉപവസിക്കണം എന്ന് പറയും. എന്താ ഉപവാസം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? പട്ടിണി കിടക്കണമെന്നല്ല, അല്ലെ? ഉപവസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് ചേർന്നിരിക്കുക എന്നതാണ്. എന്ന് വെച്ചാല് ആഹാരം കഴിക്കുന്ന സമയവും ബാക്കിയുള്ള എല്ലാ ഇതുകളും മാറ്റി വെച്ചിട്ട് ഭഗവാന്റെ അടുക്കൽ ഇരുന്നിട്ട് നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം ആ ഒരു ദിവസം, അല്ലെ? പഴവർഗ്ഗങ്ങൾ കഴിക്കാം, കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാം, അല്ലെ? അരി ധാന്യങ്ങൾ മാത്രം കഴിക്കാൻ പാടില്ല. പഴവർഗ്ഗങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും എല്ലാം നിങ്ങൾക്ക് കഴിക്കാം, അല്ലെ? അതുപോലെ തന്നെ ചാമ അരി എന്ന് പറയുന്ന അരി കിട്ടും, അത് വേവിച്ചിട്ട് കഞ്ഞി വെച്ച് കുടിക്കാം. ഒന്നും വേണ്ട, കിഴങ്ങും കാച്ചിലും ചേനയൊക്കെ ഇവിടെ നാട്ടിൽ സുലഭമാണ്. അത് വേവിച്ച് കഴിച്ചിട്ട് ഉപ്പില്ല, കല്ലുപ്പിടാം. കടയിൽ നിന്ന് മേടിക്കുന്ന ഉപ്പിടരുത്, കല്ലുപ്പിട്ടിട്ട് എന്ത് ചെയ്യണം? ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ വേവിച്ച് കഴിക്കുക, പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാം. ഒരുപാട് കുരുവെള്ളമൊന്നും മേടിച്ച്, പേരൊക്കെ മേടിച്ച് കഴിക്കരുത്, അങ്ങനെയുള്ള പ്രശ്നം. അപ്പൊ ഇതൊക്കെ കഴിച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏകാദശി ഞാൻ എടുക്കില്ല, എനിക്ക് ഷുഗർ ഉണ്ട്, പട്ടിണി ഇരിക്കാൻ പറ്റില്ല എന്ന് പറയും. എല്ലാം കഴിക്കാം, അല്ലെ? അതാണ് ഏകാദശി എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് പറയും ഏകാദശിയുടെ തലേ ദിവസമേ പട്ടിണി ഇരിക്കണം, അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ വൈഷ്ണവ സംസ്കാരമൊക്കെ വന്നപ്പോഴത്തേക്ക് അതിനകത്ത് കുറെ ഇളവുകളുണ്ട്. നമ്മൾ ഭഗവാന് വേണ്ടി ചേർന്നിരിക്കുന്നതിന് നമ്മുടെ ആരോഗ്യം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം? ഏകാദശിയൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഉപവസിക്കുന്നതിന് വേണ്ടി, ഭഗവാനുമായി ചേർന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ കാര്യം തന്നെയാണ് ഒരു ശ്രീരാമ ഭഗവാൻ ഭരതനോട് പറയുന്നത്. ആത്മാവിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് പുരുഷൻ, അല്ലെ? അതുകൊണ്ട് നീ അറിയണം എന്താണ്? പുരുഷൻ ഈശ്വരനല്ല എന്നും നീ തിരിച്ചറിയണം എന്നാണ്, അല്ലെ? അപ്പോ നമ്മുടെ നാട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് ആൾ ദൈവങ്ങളെ നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലെ? ആൾ ദൈവങ്ങള്, ഞാൻ ദൈവമാണ്, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയും, അല്ലെ? അഹം ബ്രഹ്മാസ്മി, ഞാനും ദൈവമാണ് എന്നൊക്കെ പറയുന്ന
ബ്രഹ്മവാദികളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലെ? അതൊക്കെ ശരിയാണോ? അല്ല. ഇവിടെ ശ്രീരാമ ഭഗവാൻ ഭരതനോട് പറയാ, പുരുഷൻ എന്ന് പറയുന്നത് ഈശ്വരനല്ല എന്നും നീ തിരിച്ചറിയണം. പിന്നെ ആരാ? നമ്മള് ഭഗവാന്റെ ആരാണ്? ദാസാനുദാസന്മാരാണ്, അല്ലെ? ഭഗവാനെ സേവിക്കുന്നവരാണ്. ആ സേവനം ചെയ്യുന്നവർക്ക് സേവനം ചെയ്യുന്നവരുമാണ് ആരെന്ന് പറയുന്നത്? നമ്മൾ എന്ന് പറയുന്നത്. ആ തിരിച്ചറിവ് നിനക്കുണ്ടാവണം എന്ന് ആര് പറയുന്നു? ശ്രീരാമചന്ദ്ര ഭഗവാൻ ഭരതനോട് പറയാം. പാകമായിട്ടുള്ള ഫലങ്ങള്, ഇപ്പൊ മാങ്ങയുടെ സീസണാണ്, പഴുത്ത് നിൽക്കുന്ന മാങ്ങയൊക്കെ താഴെ വീഴും, അല്ലെ? എന്ന് പേടിച്ചിട്ട് മാങ്ങ പേടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എന്താണ്? തീർച്ചയായിട്ടും മരണം എന്താണ്? ഉറപ്പാണ്, അല്ലെ? അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്താ? വന്യസന്തപ്ത ലോഹസ്താമ്പ് ബിന്ദുന സന്നിഭം മർത്തി ജന്മം ക്ഷണഭംഗുരം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അതായത് ചുട്ടുപഴുത്തിരിക്കുന്ന ഒരു ഇരുമ്പ് ചട്ടിയിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് എങ്ങനെ പൊട്ടിത്തെറിച്ച് പോകുന്നോ അത്രയും സമയം മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, അല്ലെ? ഇത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ദോശ ചുടുന്ന സമയത്ത് കാണാം അതിനകത്ത് ഒരു തുള്ളി വെള്ളം വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കടുവറക്കുന്ന സമയത്ത് അതിനകത്തൊക്കെ സ്പൂണിൽ നിന്ന് ഒരു ശകലം തവിന്ന് വെള്ളം വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ടപ് ടപ് ടപ്പ് എന്ന് പറഞ്ഞാൽ തീരും, അല്ലെ? അപ്പൊ നമ്മൾ വിചാരിക്കും വെള്ളം കോരി ഒഴിച്ചു. എന്റെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അല്ലെ? ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും കാണുന്നതാണ്, അല്ലെ? എല്ലാ ദിവസവും കാണുന്നത് ജീവിതത്തിന്റെ നശ്വരത എന്ന് പറയുന്നത് ഇതിലൂടെ ഒക്കെ തന്നെ നമ്മൾ കണ്ടുപിടിക്കണം, അല്ലെ? അപ്പൊ മരിക്കുമെന്ന് ഭയന്നിട്ട് കാര്യമില്ല. കഴിഞ്ഞു പോയ ദിവസം ഒരു കാരണവശാലും തിരിച്ചു വരില്ല എന്നാണ് പറയുന്നത്, അല്ലെ? പഠിക്കുന്ന സമയത്തൊക്കെ അമ്മ എന്നും പറയുന്നുണ്ട്, കൈവിട്ടു പോകുന്ന വാക്ക്, അല്ലെ? വാവിട്ടു പോകുന്ന വാക്ക്, കൈവിട്ടു പോകുന്ന ആയുധം, കഴിഞ്ഞു പോകുന്ന സമയം, ഇത് മൂന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല, അല്ലെ? പരീക്ഷയ്ക്ക് പഠിക്കാവുന്ന സമയത്ത് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ പരീക്ഷ പഠിച്ചിട്ട് കാര്യമായിട്ടില്ല. സമയം പോയത് വരത്തില്ല. നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് നമ്മൾ പറയും ജാതകമൊക്കെ എഴുതുമ്പോ പറയും 78 വയസ്സ് വരെ അല്ലെങ്കിൽ 90 വയസ്സ് വരെയാണ് എന്താണ് ജീവിതം. 90ാമത്തെ ദിവസത്തില് മരിച്ചു പോകുമെന്ന് പറയില്ല. ആയുസ് 90 വയസ്സ് വരെ എന്ന് പറയും. അപ്പോ ഈ വയസ്സ് അല്ലെങ്കിൽ വർഷമല്ല നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ആ വ്യക്തി ജനിക്കുന്ന സമയത്ത് ആ ഭഗവാൻ തന്നെ കുറിക്കുന്നുണ്ട്, നീ 5,36,638 പ്രാവശ്യം ശ്വാസം എടുത്ത് വിടും, അല്ലെ? അത്രയുമാണ് നിന്റെ ആയുസ് എന്ന് പറയും. പറഞ്ഞ 5,97,338 പ്രാവശ്യം വിചാരിച്ചു. അത്രയും പ്രാവശ്യമേ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ 90 വർഷം കൊണ്ടായിരിക്കും. ഭയങ്കര ദേഷ്യമുള്ളവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ നിൽക്കും, അല്ലെ? അപ്പൊ 1 വർഷം എടുക്കാനുള്ള ശ്വാസം 1 ദിവസം കൊണ്ട് എടുത്തു തീർക്കും. അപ്പൊ എന്ത് ചെയ്യും? ആയുസ് വീണ്ടും കുറയും, അല്ലെ? അപ്പൊ അതുകൊണ്ട് എടുക്കുന്ന ശ്വാസോച്ഛ്വാസത്തിന്റെ കണക്കിനെ വെച്ചിട്ടാ എന്ന് പറയുന്നത് ആയുസ് പറയുന്നത്. ഇവിടെ ഭരതൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ്? ഒരിക്കലും കഴിഞ്ഞു പോകുന്ന ദിവസങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. ആത്മാവിനെ തിരിച്ചറിഞ്ഞ മനുഷ്യൻ ഒരിക്കലും എന്ത് ചെയ്യില്ല? മരണത്തെ ഭയക്കില്ല എന്ന് പറയും. അപ്പോ ആത്മാവിനെ ആത്മീയ സുഖവുമായിട്ട് നിത്യവും നമ്മൾ ബന്ധിപ്പിച്ച് നിർത്തണം. നമ്മുടെ ആത്മാവിനെ, അല്ലെ? ആത്മാവിനെ എപ്പോഴും നമ്മൾ ആത്മീയമായിട്ട് ഭഗവാനുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ. എല്ലാവരും ഇവിടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ എല്ലാ ദിവസവും വന്നിട്ട് രാവിലെയും വൈകിട്ടും ഭഗവാനെ വന്ന് ദർശിച്ച് ഭഗവാന്റെ ആരതിയൊക്കെ തൊഴുത് ദീപാരാധനയൊക്കെ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് പോകണം. ആ ഒരു ചൈതന്യം എപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കും, അല്ലെ? ഇതാ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ മലയാള സാർ പറഞ്ഞു തന്നു, എന്താണ്? മുല്ലപ്പൂമുടി ഏറ്റുകിടക്കും കല്ലിനുണ്ടാം സൗരഭ്യം എന്ന് പറഞ്ഞു, അല്ലെ? മുല്ലപ്പൂടെ ഉണ്ടായിട്ടുള്ള ആൾക്കാർ വരൂ ഇല്ല. മെനിങ്ങാന്ന് തുടങ്ങിയതാണ് രാമായണ പ്രേമം. ഇത്രയും പേര് ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ കാര്യം. നമുക്ക് വരാനായിട്ട് നമുക്ക് തോന്നണം, അല്ലെ? അത് നമുക്ക് മാത്രമേ തോന്നിക്കാൻ പറ്റൂ, വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പോ അപ്രകാരം ആത്മാവിനെ എപ്പോഴും ഭഗവാനുമായി ചേർത്ത് നിർത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് യഥാർത്ഥ സുഖികൾ എന്ന് പറയും, അല്ലെ? രാമൻ പറയുക, എനിക്ക് സ്വീകാര്യമായിട്ടുള്ളത് ധർമ്മമാർഗത്തിൽ സഞ്ചരിച്ചിരുന്ന പിതാവിന്റെ വാക്കുകൾ തന്നെയാണ്, അല്ലെ? അതുകൊണ്ട് വനവാസം കൊണ്ട് ഞാൻ ആ വാക്കുകളെ ആദരിക്കുന്നവരും അനുസരിക്കുന്നവരുമാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ നമ്മുടെ പിതാവായിട്ടുള്ള ധർമ്മമാർഗത്തിൽ ചരിക്കുന്ന ദശരഥ മഹാരാജാവിന്റെ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് നീ എന്ത് ചെയ്യണം? രാജ്യം ഭരിക്കണം എന്നാ പറയുന്നത്. അങ്ങനെ ധർമ്മമാർഗത്തെ പിന്തുടരണം എന്ന തത്വോപദേശമാണ് ആർക്ക് കൊടുക്കുന്നത്? ശ്രീരാമചന്ദ്രൻ ഭഗവാൻ ഭരതന് കൊടുക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യും? ശ്രീരാമചന്ദ്ര ഭഗവാൻ തന്റെ പാദുകങ്ങൾ ഊരിയപ്പോഴ് ഭരതൻ പറയും,
പറ്റത്തില്ല, എനിക്ക് വിമാനം പറ്റത്തില്ല, എനിക്ക് അങ്ങനെ ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാൻ പറയുന്ന ഒരു കാര്യം ചെയ്യും, ഞാൻ രാജ്യഭാരം ഏറ്റു എന്ന് നീ വിചാരിച്ചു, എന്നിട്ട് അതിനുശേഷമുള്ള എന്റെ ആദ്യത്തെ ആജ്ഞ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാല് നീ എന്റെ പാദുകം വെച്ചുകൊണ്ട് 14 വർഷം നീ അവിടെ രാജ്യം ഭരിക്കണം, അല്ലെ? അത് കഴിയുമ്പോൾ ഞാൻ വരും, അന്ന് നിനക്ക് എനിക്ക് രാജ്യം തിരിച്ചു നൽകാം, അതുവരെ നീ രാജ്യം ഭരിക്കണം എന്ന് പറഞ്ഞിട്ട് തന്റെ പാദുകങ്ങൾ എടുത്ത് ഭരതന് കൊടുത്തിട്ടാ എന്ത് ചെയ്യുന്നത്? ഭരതനെ അവിടെ നിന്നും യാത്രയാക്കും, അല്ലെ? അപ്പൊ ഭരതൻ പോയിട്ട് രാജ്യമൊക്കെ ഭരിക്കട്ടെ. അപ്പൊ നമുക്ക് അന്നദാനമൊക്കെ കഴിഞ്ഞിട്ട് വരാം. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും? അടുത്ത പുതിയ മാർഗങ്ങളിലേക്ക് നമ്മൾ വരും. ആരണ്യ കാണ്ഡത്തിലേക്കൊക്കെ നമുക്ക് പോകാം. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്.